നമ്മൾ റെസൊണൻസ് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു? റെസൊണൻസും റെസൊണൻസ് ഫ്രീക്വൻസി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു കാര്യം വിട്ടുപോയി. റെസൊണൻസിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്, ഫ്രീക്വൻസി കറണ്ട് ഗ്രാഫ്. ആ ഗ്രാഫ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ആ ഗ്രാഫിൽ നിന്ന് ഇന്നത്തെ ക്ലാസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റെസൊണൻസ് കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർമ്മയുണ്ടായിരുന്നു നിങ്ങൾക്ക്? കഴിഞ്ഞ വർഷം നമ്മൾ ഓസിലേഷനകത്ത് ഒരു റെസൊണൻസ് പഠിച്ചായിരുന്നു. ഓസിലേഷനകത്ത് നമ്മൾ റെസൊണൻസ് പഠിച്ചപ്പോൾ അവിടെയും നമ്മളൊരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രീക്വൻസി വേഴ്സസ് ആംപ്ലിറ്റ്യൂഡ് ഗ്രാഫ് ആയിരുന്നു. ഫ്രീക്വൻസി വേഴ്സസ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഗ്രാഫാണ് നമ്മളവിടെ പഠിച്ചത്. അവിടെ ആംപ്ലിറ്റ്യൂഡ് ആണ് പഠിച്ചതെങ്കിൽ ഇവിടെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് നമുക്ക് കറണ്ട് ആണ് വേണ്ടത്. അവിടെ നമുക്കറിയാം റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേറ്റ് ചെയ്യുന്ന ഒരു വസ്തു മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡിന് പകരമായിട്ട് എടുത്തത് എന്തായിരുന്നു? കറണ്ട് ആയിരുന്നു. ഒരു സർക്യൂട്ടിനകത്തൂടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? റെസൊണൻസ് കണ്ടീഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ കണ്ടീഷൻ വെച്ചിട്ട് റെസൊണൻസ് ഫ്രീക്വൻസി നമ്മൾ ഡിറൈവ് ചെയ്തു. അതായത് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ഒരു LCR സർക്യൂട്ടിലൂടെ മാക്സിമം കറണ്ട് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആ ഫ്രീക്വൻസി എന്ത് കിട്ടി? 1/2π√LC എന്ന് നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ്, ഒരു ചെറിയ ഗ്രാഫാണ് പഠിക്കാൻ പോകുന്നത്. തിയറി പോർഷൻ ആണ്, ഫുള്ള് തിയറിയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു 2 ഇക്വേഷൻ, ഡെറിവേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഷാർപ്പ്നെസ്സും അതുപോലെ തന്നെ ക്വാളിറ്റി ഫാക്ടറും, ഇങ്ങനെ 2 സംഗതികളോട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ ഉപയോഗിച്ചാണ് നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്യുന്നത്. നമുക്ക് റേഡിയോ അറിയാം, റേഡിയോ FM റേഡിയോയും അതുപോലെ തന്നെ AM റേഡിയോയും. ഈ റേഡിയോ സിഗ്നലിനെ നമ്മൾ ട്യൂൺ ചെയ്യുന്നത് LCR സർക്യൂട്ട് ഉപയോഗിച്ചാണ്. നമുക്ക് വേണ്ട ഫ്രീക്വൻസി നമുക്കറിയാം, റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 1/2π എന്താണ്? LC ആണ്. ഈ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ വെച്ചാണ് നമ്മൾ റേഡിയോ സിഗ്നലിനെ എന്ത് ചെയ്യുന്നത്? ക്യാച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ട്യൂണിംഗ് സർക്യൂട്ട് ഉപയോഗിക്കുന്ന ആരെയാണ്? ഈ LCR സർക്യൂട്ടിനാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ നമുക്ക് ഒരു ഷാർപ്പ്നെസ്സും അതുപോലെ തന്നെ ക്വാളിറ്റി ഫാക്ടറും, ഈ 2 സംഗതിയുടെ ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. കാരണം ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഗ്രാഫിലോട്ട് പോകാം. അത് കഴിഞ്ഞ് ആ 2 ഇക്വേഷൻ, പിന്നെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ സെക്ഷനായ, അവസാന സെക്ഷൻ അല്ല, അതിന് മുമ്പ് ഒരു സാധനമുണ്ട്, LC ഓസിലേഷൻ. അതിനുശേഷം അവസാന സെക്ഷനായ ട്രാൻസ്ഫോമർ ചാപ്റ്റർ കഴിയും. ഓക്കെ, നമുക്ക് ഈ പരിപാടി ചെയ്യാം. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് മാക്സിമം ഞാൻ ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നു? ആ കറണ്ട് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇക്വേഷൻ ഒക്കെ പഠിച്ചു വെക്കണം, ഒരു രക്ഷയില്ല. ഇക്വേഷൻ പഠിച്ചാലേ നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രാഫിലോട്ട് കിടക്കാം. നമ്മൾ വരക്കാൻ പോകുന്ന ഗ്രാഫ് ഫ്രീക്വൻസി വേഴ്സസ് അല്ലെങ്കിൽ കറണ്ട് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫാണ്. അപ്പൊ നമ്മൾ ഗ്രാഫ് വരക്കാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ കറണ്ട്, ഇവിടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. ഇവിടെ എഫ് ഇട്ടാലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ ഇടുന്നത് ഒമേഗ ഇടുന്നത് കേട്ടോ. ഇനി നമുക്കറിയാം
ഈ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അവിടെ ആംപ്ലിറ്റ്യൂഡ് വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫാണ് നമ്മൾ പഠിച്ചത്. അവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഒരു ഗ്രാഫ് ഇങ്ങനെ കിട്ടിയ ഓർമ്മയുണ്ടായിരുന്നോ? ഇതേപോലത്തെ ഗ്രാഫ് കിട്ടുന്നത്. എന്നിട്ട് പറഞ്ഞു ഈ ഫ്രീക്വൻസിയിൽ ഒമേഗ ആർ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ഇതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. സെയിം ഗ്രാഫാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്രീക്വൻസി കൂട്ടുന്നതനുസരിച്ച് നമുക്ക് ആ സർക്യൂട്ടിനകത്തെ കറണ്ട് കൂടി 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 ഒരു മാക്സിമം വാല്യൂലെത്തും. കറണ്ട് ഒരു മാക്സിമം വാല്യൂലെത്തും. ഫ്രീക്വൻസി കൂട്ടുന്നതിനനുസരിച്ച് കറണ്ട് കൂടി 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 ഒരു മാക്സിമം വാല്യൂലെത്തുകയും ഈ മാക്സിമം വാല്യൂവിനെ അല്ലെങ്കിൽ ഈ മാക്സിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി. ഒമേഗ ആർ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് എഫ് അല്ലെങ്കിൽ ഒമേഗ എഴുതാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒമേഗ എന്ന് പറയുമ്പോൾ 2π × f ആണ്, അത് മാത്രം മറക്കരുത്. ഓക്കെ, ഇതാണ് ആംഗുലാർ ഫ്രീക്വൻസി. ഈ പോയിന്റിലാണ് നമുക്ക് ആംഗുലാർ ഫ്രീക്വൻസി അല്ല, റെസൊണൻസ് ഫ്രീക്വൻസി കിട്ടുന്നത്. നമുക്കറിയാം റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇനി നമ്മൾ ഫ്രീക്വൻസി കൂട്ടിയാലോ കറണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഈ ഒരു കർവാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമ്മൾ ഓസിലേഷനകത്ത് എന്താണോ പഠിച്ചത് അതേ സെയിം കർവാണ് ഇവിടെ കിട്ടുന്നത്. ഓസിലേഷനകത്ത് ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ ഇവിടെ അതിന് പകരം കറണ്ട് ആണ്. അപ്പോൾ എന്താണ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്? റെസൊണൻസ് കണ്ടീഷൻ എന്ന് വെച്ചാൽ കറണ്ട് മാക്സിമം ആവുന്ന കണ്ടീഷൻ. അതിന്റെ ഇപ്പുറവും അപ്പുറവും കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫിനകത്ത് നമുക്ക് പഠിക്കാനുള്ള സാധനമാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാല് നമുക്ക് ഈ ഗ്രാഫിന്റെ വിഡ്ത്ത് ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ബാൻഡ് വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിപ്പോ രണ്ട് ഗ്രാഫ് അനലൈസ് ചെയ്യുവാണ്. രണ്ട് ഗ്രാഫ് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഈ ഗ്രാഫും ഈ ഗ്രാഫും, ഒന്നാമത്തെ ഗ്രാഫും അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രാഫും. എവിടെയാണ് വിഡ്ത്ത് കൂടുതൽ? സിമ്പിൾ ആണ്. ഒന്നാമത്തെ ഗ്രാഫിന് വിഡ്ത്ത് എന്താണ്? കൂടുതലാണ്. രണ്ടാമത്തെ ഗ്രാഫിന് വിഡ്ത്ത് എന്താണ്? കുറവാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബാൻഡ് വിഡ്ത്ത് ഓഫ് എന്താണ്? ഫസ്റ്റ് ഗ്രാഫ് ഈസ് ഗ്രേറ്റർ ദാൻ ബാൻഡ് വിഡ്ത്ത് ഓഫ് എന്താണ്? സെക്കൻഡ് ഗ്രാഫ്. ബാൻഡ് വിഡ്ത്ത്. അപ്പൊ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ചുമ്മാതെ ബാൻഡ് വിഡ്ത്ത് ഈ ഒരു പോയിന്റ് വെച്ച് പറയാൻ പറ്റത്തില്ല. ബാൻഡ് വിഡ്ത്തിന് ഒരു റഫറൻസ് പോയിന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. ആ റഫറൻസ് പോയിന്റ് കാര്യമാണ് ഞാൻ നേരത്തെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ബാൻഡ് വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാക്സിമം കറണ്ടിൽ നിന്നും അല്ലെങ്കിൽ മാക്സിമം കറണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാക്സിമം കറണ്ടിനെ ഒരു √2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം അതിനെ വിളിക്കുന്നത് IRMS എന്നൊക്കെയാണ് വിളിച്ചത് അല്ലെ. മാക്സിമത്തിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? IRMS കിട്ടും. അപ്പോൾ മാക്സിമത്തിനെ √2 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ആ പോയിന്റ് ഞാൻ തൽക്കാലം ഇതായിട്ട് എടുക്കും, അസ്യൂം ചെയ്യുന്നു. ആ പോയിന്റ് എന്താണ്? ഈ വരച്ചിരിക്കുന്നതാണ് ആ പോയിന്റ്. കുറച്ചുകൂടെ താഴെ എടുക്കാം. ഈ പോയിന്റ് ഞാൻ അസ്യൂം ചെയ്യുന്നു എന്താണ്? Imax ബൈ എന്താണ്? √2. മക്കളെ, ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ റഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. അതായത് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്ന റഫറൻസ് പോയിന്റ് ആണ് Imax ബൈ √2. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇതാണോ ബാൻഡ് വിഡ്ത്ത്, അല്ലെങ്കിൽ ഇതാണോ ബാൻഡ് വിഡ്ത്ത്, അല്ലെങ്കിൽ ഇതാണോ ബാൻഡ് വിഡ്ത്ത്. ഇതൊക്കെ ബാൻഡ് വിഡ്ത്ത് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു റഫറൻസ് പോയിന്റ് വേണം. അപ്പൊ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു റഫറൻസ് പോയിന്റ് വേണം. ആ റഫറൻസ് പോയിന്റ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? Imax ബൈ √2. മാക്സിമം കറണ്ടിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റഫറൻസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഈ റഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാൻ നേരത്ത് ഈ കറണ്ടിന്, അതായത് Imax ബൈ √2 എന്ന് പറയുന്ന കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഗ്രാഫിൽ രണ്ട് ഫ്രീക്വൻസി മാർക്ക് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഫ്രീക്വൻസി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രീക്വൻസി. അതുപോലെ തന്നെ ഈ
സെയിം കറണ്ടിൽ മറ്റൊരു പോയിന്റിലും ഈ ഗ്രാഫ് കട്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഈ പോയിന്റ്. ഇതാണ് നമ്മുടെ അടുത്ത ഫ്രീക്വൻസി. ഇതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. അതായത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫ്രീക്വൻസി വേഴ്സസ് കറണ്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു വല്ലാത്തൊരു ഷേപ്പ്, ഒരു മലയുടെ ഷേപ്പ് അല്ലെങ്കിൽ ഒരു കുന്നിന്റെ ഷേപ്പിലുള്ള ഒരു ഗ്രാഫ്. ഈ ഗ്രാഫിന്റെ വിഡ്ത്ത് ആണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. പക്ഷെ വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? വിഡ്ത്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റഫറൻസ് പോയിന്റ് വേണം. ആ റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം കറണ്ടിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. മാക്സിമം കറണ്ടിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അവിടുത്തെ റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ആ റഫറൻസ് പോയിന്റിൽ വെച്ച് നമുക്ക് മനസ്സിലായി ആ ഗ്രാഫിന്റെ 2 പോയിന്റിലാണ് അത് കട്ട് ചെയ്യുന്നത്. ഈക്വലായിട്ട് നിൽക്കുന്ന 2 പോയിന്റാണ് കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്ന 2 പോയിന്റിൽ വെച്ച് നമ്മൾ ആ ഗ്രാഫിന്റെ വിഡ്ത്ത് നോക്കുമ്പോൾ ആ വിഡ്ത്തിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇതിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന 2 പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഫ്രീക്വൻസി നമുക്ക് ഗ്രാഫിൽ കിട്ടും. ആ ഫ്രീക്വൻസീസിനെ വിളിക്കുന്ന പേരാണ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വിളിക്കാൻ കാരണം റെസൊണൻസ് ഫ്രീക്വൻസിയുടെ പുറകിലാണ് കിടക്കുന്നത്, താഴെയാണ് കിടക്കുന്നത്, പുറകിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അത് റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാൾ കുറവായിരിക്കും. അപ്പൊ ഈ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേര് നമുക്ക് ഓൾറെഡി മനസ്സിലോട്ട് വരും. ഇത് ലോവർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. എന്താ വിളിക്കുന്നത്? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വിളിക്കാൻ കാരണം ഈ Imax/√2 എന്ന് പറയുന്ന ആ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിൽ 2 പോയിന്റിലാണ് ഈ സംഗതി കട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇത്, രണ്ടാമത്തെ പോയിന്റ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വിളിച്ചത്. കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി 2 എണ്ണം ഉണ്ട്. ഒരു റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാൾ കുറവുള്ള ഫ്രീക്വൻസിനെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും റെസൊണൻസ് ഫ്രീക്വൻസിനേക്കാൾ കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഫ്രീക്വൻസിനെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത്. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് ബാൻഡ് വിഡ്ത്ത്, ഈ സംഗതിയാണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ സംഗതിയാണ്, കണ്ടോ, ഇതല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാ ബാൻഡ് വിഡ്ത്തിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാലോ? ബാൻഡ് വിഡ്ത്തിന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ മക്കളെ ശ്രദ്ധിച്ച്. ബാൻഡ് വിഡ്ത്തിന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കിയേ, ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഒമേഗ യു, ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഒമേഗ എൽ എങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒമേഗ യു മൈനസ് ഒമേഗ എൽ. അപ്പോ ബാൻഡ് വിഡ്ത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. നമുക്ക് ബാൻഡ് വിഡ്ത്ത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. സൗണ്ടിന്റെ ബാൻഡ് വിഡ്ത്ത്, അല്ലെങ്കിൽ റേഡിയോ വേവിന്റെ ബാൻഡ് വിഡ്ത്ത്, ടെലിവിഷന്റെ ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ പല പല ബാൻഡ് വിഡ്ത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിക്കുന്നുണ്ട്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത്, അപ്പോൾ ഇത്രയും റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ആണ് നമ്മൾ ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ടു അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരെയുള്ള ആ ഫ്രീക്വൻസി റേഞ്ചിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ബാൻഡ് വിഡ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു റഫറൻസ് പോയിന്റ് വെച്ച് വളരെ സിമ്പിൾ ആയി നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളുടെ ബാൻഡ് വിഡ്ത്തിനെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഈ ഗ്രാഫ് പെട്ടെന്ന് വരച്ചെടുത്ത്, ഈ ഗ്രാഫ് പെട്ടെന്ന് വരച്ചെടുത്ത്, എന്നിട്ട് വരച്ചെടുത്തെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. ഈ ഗ്രാഫ് പെട്ടെന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നോടൊന്ന് പറയണം. അടുത്ത സെക്ഷനിലോട്ട് നമുക്ക് പോകാം. ഗ്രാഫ് എന്താ ഹെഡിങ് എന്താ എഴുതിയിരിക്കുന്ന? റെസൊണൻസ് ഗ്രാഫ് ആട്ടോ, റെസൊണൻസ് ഗ്രാഫ്. ബാൻഡ് വിഡ്ത്തിന്റെ ചെറിയ ഒരു ഹെഡിങ് എടുത്തിട്ട് വേണം അത് എഴുതി വെക്കാൻ.
ആദ്യമേ റെസൊണൻസ് ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുക. അതിനുശേഷം ബാൻഡ് വിഡ്ത്ത് ബീറ്റ, ബാൻഡ് വിഡ്ത്ത് ബീറ്റ. ബാൻഡ് വിഡ്ത്ത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ബീറ്റ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബീറ്റ. ബാൻഡ് വിഡ്ത്തിന് ചെറിയൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. അത് പറയുന്നത് ഗ്രാഫ് വരക്കോ, അതിനുശേഷം ഈ ഡെഫിനിഷൻ എഴുതുക. എഴുതിക്കോളുക. It is the difference between the frequencies on either side of resonance frequency, either side of resonance frequency for which the value of current is 1/√2 times the peak value of maximum current. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ. നമ്മളുടെ ഗ്രാഫ് ഷാർപ്പ് ആവണം. നമ്മുടെ ഗ്രാഫ് ഷാർപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കൂടിയിരിക്കണോ അതോ കുറഞ്ഞിരിക്കണോ? ബാൻഡ് വിഡ്ത്ത് കൂടിയിരുന്നാലാണോ ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞിരിക്കണം അല്ലെ? ബാൻഡ് വിഡ്ത്ത് കുറയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാഫ് നല്ല ഷാർപ്പ് ആവും. മനസ്സിലായോ? അപ്പോൾ ഷാർപ്പ്നെസ് ആരുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്? നമ്മുടെ ബാൻഡ് വിഡ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഷാർപ്പ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് ഷാർപ്പ് ആവണമെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രാഫിന് ഷാർപ്പ്നെസ് കൂടണമെന്നുണ്ടെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കുറവായിരിക്കണം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഷാർപ്പ്നെസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. അതിനൊരു കുഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ പഠിക്കണം. പിന്നെ ക്വാളിറ്റി ഫാക്ടർ ഉണ്ട്. നമ്മുടെ ഒരു റെസൊണൻസ് സർക്യൂട്ടിനകത്ത് എന്തുമാത്രം ക്വാളിറ്റി നമുക്ക് ഒരു ഓഡിയോ സിഗ്നല് റിസീവ് ചെയ്യണം. നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്, നമ്മുടെ LCR സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്? നമ്മുടെ ഈ റേഡിയോ, അതിൽ FM റേഡിയോ, അതൊക്കെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നമ്മുടെ LCR സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ആ കിട്ടുന്ന സിഗ്നല് ഷാർപ്പായിരിക്കണം. ആ കിട്ടുന്ന സിഗ്നലിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഈ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഷാർപ്പ്നെസ് ഒക്കെ തീരുമാനിക്കുന്ന ഒരു 2 ഇക്വേഷൻ വെച്ചാണ്. ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, അതിന്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് 2 ഇക്വേഷൻ. ആദ്യം നമുക്ക് ഷാർപ്പ്നെസ്സിലോട്ട് പോവാം. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കുക, ഷാർപ്പ്നെസ്സിന്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഷാർപ്പ്നെസ്സിന്റെ ഐഡിയ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഗ്രാഫ് വരക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു റെസൊണൻസ് ഗ്രാഫ് വരക്കാൻ പോവാണ്. രണ്ട് സർക്യൂട്ടിന്റെ റെസൊണൻസ് ഗ്രാഫ് വരക്കാൻ പോവാണ്. ഇത് ഒന്നാമത്തെ ഗ്രാഫ്. ഞാൻ അടുത്ത ഗ്രാഫ് വരക്കുന്നത് രണ്ടാമത്തെ ഗ്രാഫ്. ഈ 2 ഗ്രാഫ് നോക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ Imax എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഗ്രാഫിന്റെ മാക്സിമം കറണ്ട്, ഇത് നമ്മുടെ രണ്ടാമത്തെ ഗ്രാഫിന്റെ മാക്സിമം കറണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫിന്റെ Imax by √2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ അസ്യൂം ചെയ്യും, ഇവിടെയാണ് Imax by √2. രണ്ടാമത്തെ ഏകദേശം ഇതിന് ഇവിടെ വരും, ഏകദേശം ഇത്രയൊരു വാല്യൂ. എന്താണ്? ഇതാണ് രണ്ടാമത്തെ കറണ്ട്. അപ്പൊ നമ്മൾ ബാൻഡ് വിഡ്ത്ത് മെഷർ ചെയ്യുന്നത് ഒന്നാമത്തെ ഇവിടെ നിന്നും രണ്ടാമത്തെ ഇവിടെ നിന്നുമാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് മെഷർ ചെയ്യുന്നത്. 2 ഗ്രാഫ് ഒറ്റ ഇതിൽ വരച്ചിരിക്കുന്നു കേട്ടോ. 2 സർക്യൂട്ടിന്റെ ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും, ഇത് ഒന്നാമത്തെ ഗ്രാഫ്, ഇത് രണ്ടാമത്തെ ഗ്രാഫ്. ഒന്നാമത്തെ ഗ്രാഫിന്റെ ബാൻഡ് വിഡ്ത്ത് എന്താണ്? കൂടുതലും. രണ്ടാമത്തെ ഗ്രാഫിന്റെ ബാൻഡ് വിഡ്ത്ത് എന്താണ്? കുറവാണ്. അപ്പൊ ബാൻഡ് വിഡ്ത്ത് എത്ര കുറഞ്ഞിരിക്കുന്നോ അത്രയും ഷാർപ്പായിരിക്കും.
അപ്പൊ ഒന്നാമത്തെ ഗ്രാഫാണോ അതോ രണ്ടാമത്തെ ഗ്രാഫാണോ കൂടുതൽ ഷാർപ്പ് എന്ന് പറയുന്നത്? ഷാർപ്പ്നെസ് കൂടുതൽ ആർക്കായിരിക്കും? രണ്ടാമത്തെ ഗ്രാഫ് കൂടുതൽ ഷാർപ്പാണ്. ആരേക്കാളാണ്? ഒന്നാമത്തെ ഗ്രാഫിനേക്കാൾ. അതാണ് ഷാർപ്പ്നെസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഷാർപ്പ്നെസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു കുഞ്ഞ് ഇക്വേഷൻ. ആ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെക്കണം, അത് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഷാർപ്പ്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഷാർപ്പ്നെസ് S is equal to ഒന്നുമില്ല റെസൊണൻസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. റെസൊണൻസ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എന്താണ്? ബാൻഡ് വിഡ്ത്ത്. റെസൊണൻസ് ഫ്രീക്വൻസിനെ ബാൻഡ് വിഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഷാർപ്പ്നെസ് കിട്ടുന്നത്. അതിന് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. ഓർ ഷാർപ്പ്നെസ് ഇസ് ഈക്വൽ ടു ഒമേഗ ആർ ഡിവൈഡ് ബൈ ബാൻഡ് വിഡ്ത്ത് നമ്മൾ നേരത്തെ ചെയ്തു, എന്താണ്? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇത് ഈ കേസ് എടുക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഇതെന്താണ്? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ ഈ ഗ്രാഫിന്റെ ഷാർപ്പ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? റെസൊണൻസ് ഫ്രീക്വൻസിനെ ഇതിന്റെ തമ്മിൽ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഷാർപ്പ്നെസ്. അപ്പോൾ ഹെഡിങ് എഴുതിക്കൊള്ളുക ഷാർപ്പ്നെസ്. എന്നിട്ട് ഈ സാധനം ഒന്ന് ഈ രണ്ട് ഗ്രാഫ് വരക്കണ്ട, ഒറ്റ ഗ്രാഫ് വരച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് കമ്പയർ ചെയ്യാനാണ് ആ രണ്ട് ഗ്രാഫ് വരച്ചത് കേട്ടോ. രണ്ട് സർക്യൂട്ട് തന്നാൽ അതിനകത്ത് ഷാർപ്പ്നെസ് ഏതാണ് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ആ ഗ്രാഫ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാ ഗ്രാഫ് ഒന്നും കൂടെ ഒന്ന് പറയാം. ഏത് ഗ്രാഫാണ് ഇത്? ഈ ഷാർപ്പ്നെസ് കണ്ടുപിടിക്കും. ഷാർപ്പ്നെസ് കണ്ടുപിടിക്കുന്നത് ഒന്നുമില്ല ശ്രദ്ധിച്ചേ. ഷാർപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഗ്രാഫ് നല്ല കൂർത്തിരിക്കണം. കണ്ടോ, ഇതാണ് ഷാർപ്പ്നെസ് എന്ന് പറയുന്നത്. ഞാൻ വേറെ ഗ്രാഫിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരക്കുവാണ്. ഈ ഗ്രാഫ് വരക്കാൻ നേരത്ത് ഈ രണ്ട് ഗ്രാഫ് ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. ഏതാ നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന ഏതാ? കൂർത്തിരിക്കുന്ന ഏതാ? ഈ ഗ്രാഫാണ്. രണ്ടാമത്തെ. ഏത്? ഈ പടമാണോ? അല്ല, മറ്റേത്. ഏത്? ഇതാണ്. അതൊക്കെ ഷാർപ്പ്നെസ് ഏതാണ് ഏറ്റവും കൂടുതൽ? ഏതാണ്? ഈ രണ്ടാമത്തെ കർവിന് ഷാർപ്പ്നെസ് കൂടുതലാണ്. ജസ്റ്റ് ഒന്നുമില്ല, ബാൻഡ് വിഡ്ത്ത് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഷാർപ്പ്നെസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അവിടെ അർത്ഥമാക്കുന്നത്. ഷാർപ്പ്നെസ് കൂടണമെന്നുണ്ടെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും? കുറവായിരിക്കണം. പക്ഷെ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളെ റെഫറൻസ് ആയിട്ട് റെസൊണൻസ് ഫ്രീക്വൻസി എടുക്കുന്നതേ ഉള്ളൂ. ഒമേഗ ആർ ഡിവൈഡ് ബൈ ഒമേഗ യു മൈനസ് ഒമേഗ എൽ. അതായത് റെസൊണൻസ് ഫ്രീക്വൻസിനെ ബാൻഡ് വിഡ്ത്ത് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മുടെ ഷാർപ്പ്നെസ്. ഇനി അടുത്തൊരു സംഗതിയുണ്ട്, ക്വാളിറ്റി ഫാക്ടർ. അതിന് ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്വാളിറ്റി ഫാക്ടർ ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ Q. ഷാർപ്പ്നെസ് S ആണ് കേട്ടോ. ക്വാളിറ്റി ഫാക്ടർ ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ Q. ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത് ഒരു LCR സർക്യൂട്ടിന്റെ റെസൊണൻസ് കണ്ടീഷനിൽ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താണ് നമുക്കറിയാലോ, എന്താണ്? XL ആണ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, ഓർ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്വാളിറ്റി ഫാക്ടറിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്തിന്റെയൊക്കെ റേഷ്യോ ആണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓർ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസ്. അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ടു റെസിസ്റ്റൻസോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്വാളിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നത്. കാരണം എക്സാമിന് ഇതിന് ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ പഠിക്കുക. ഒരു LCR സർക്യൂട്ടിന്റെ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കും. ക്വാളിറ്റി ഫാക്ടർ കൂടുതലാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിഗ്നലിനെ റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു LCR സർക്യൂട്ടിന്റെ ക്വാളിറ്റി ഫാക്ടർ തീരുമാനിക്കുന്നത് ആരാണ്? XL ബൈ RO അല്ലെങ്കിൽ എന്താണ്? XC ബൈ RO ആണ്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ഇത് കൂടുതൽ ഡെപ്തിലോട്ട് പോകണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. XL ബൈ RO അല്ലെങ്കിൽ XC ബൈ എന്താണ്? RO, ക്വാളിറ്റി ഫാക്ടർ. അപ്പൊ ആ സാധനം എഴുതിക്കൊള്ളുക. ക്വാളിറ്റി ഫാക്ടർ is defined as the ratio of inductive or
capacitive reactance, inductive or capacitive reactance to the resistance at resonance. എന്തുകൊണ്ടാണ് ഈ രണ്ട് ഇക്വേഷൻ വന്നിരിക്കുന്നത്? രണ്ടും ഒരേ വാല്യൂ കിട്ടും കേട്ടോ. XL/R എടുത്താലും XC/R എടുത്താലും ഒരേ വാല്യൂ തന്നെ കിട്ടും. കാരണം എന്തായിരിക്കും പറയാ പറഞ്ഞുതരും. XL/Rന്റെ വാല്യൂ XC/Rന്റെ വാല്യൂ ഒരേ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് കാരണം ആർക്കെങ്കിലും പറയാവോ? എന്തായിരിക്കും അതിന് കാരണം? കാരണം റെസൊണൻസ് കണ്ടീഷനിൽ XL-ഉം XC എന്താണ്? ഈക്വൽ ആണ്. റെസൊണൻസ് കണ്ടീഷനിൽ XL-ഉം XC എന്താണ്? ഈക്വൽ ആണ് അല്ലെ? റെസൊണൻസ് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസൊണൻസ് കണ്ടീഷൻ വിളിക്കുന്നത്. അപ്പൊ XL-ന്റെ വാല്യൂ XC-യുടെ വാല്യൂ ഈക്വൽ ആണ്. അപ്പം XL/Rന്റെ വാല്യൂ XC/Rന്റെ വാല്യൂ ഈക്വൽ ആണ്. അതാണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ മക്കളെ? XL L ഒമേഗ ആണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? L⍵/R എന്ന് എഴുതാം. ഓർ എന്താ XC? 1/C⍵. അപ്പൊ നമുക്ക് പറയാം മറ്റൊരു ഇക്വേഷൻ ആണ് 1/C⍵/R അല്ലെങ്കിൽ 1/RC⍵. ഈ രണ്ട് ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. എല്ലാം ഒന്നും പഠിക്കണമെന്നില്ല. പക്ഷെ പ്രോബ്ലം കപ്പാസിറ്ററിന്റെ ടൈമിലാണ് തരുന്നെങ്കിൽ ഈ ഇക്വേഷൻ ചൂസ് ചെയ്യണം. ഇൻഡക്ടറിന്റെ ടൈമിലാണ് തരുന്നെങ്കിൽ ഈ ഇക്വേഷൻ ചൂസ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു ഹെഡിങ് എഴുതിക്കൊള്ളുക. LC oscillation. ഓക്കെ, ശ്രദ്ധിക്കുക. എന്റെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററിനെ ഞാൻ ഫുള്ളി ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പാസിറ്റർ. ഓക്കെ, ഈ കപ്പാസിറ്ററിന് ഞാൻ ഫുള്ളി ചാർജ് ചെയ്ത് ഒരു ബാറ്ററി വെച്ചിട്ട് ഞാൻ ഇതിനെ ഫുള്ളി ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് പാരലായിട്ട് ഒരു ഇൻഡക്ടറിനെ കണക്ട് ചെയ്തു. ഇൻഡക്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഈ സാധനം ഒരു ഇൻഡക്ടറിനെ കണക്ട് ചെയ്തു. കപ്പാസിറ്റൻസി ഇൻഡക്ടൻസ് നമുക്കറിയാം L കണക്ട് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ നമുക്കറിയാം ഈ കപ്പാസിറ്ററിൽ നിന്നും ഈ ചാർജ് എങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും? ഈ ഇൻഡക്ടറിലോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അതായത് കപ്പാസിറ്ററിൽ നിന്നും ഒരു കറണ്ട് ഫ്ലോ ഇപ്പൊ എങ്ങോട്ടേക്കുണ്ട്? ഇൻഡക്ടറിലോട്ടുണ്ട്. അങ്ങനെ കപ്പാസിറ്ററിൽ നിന്നും ഈ ചാർജ് എല്ലാം കൂടി ഇപ്പൊ എങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്? നമ്മുടെ ഇൻഡക്ടറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഡക്ടറിലോട്ട് ഈ ചാർജ് അങ്ങോട്ടേക്ക് പോവാണ്. ഇത് കപ്പാസിറ്ററിൽ നിന്നും കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു? ഇൻഡക്ടറിലോട്ട് ഫ്ലോ ചെയ്യുന്നു. ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഒരു മാക്സിമം വാല്യൂ എത്തുമ്പോൾ ഇൻഡക്ടറിന് ഒരു സ്വഭാവമുണ്ട്. എന്താ ഇൻഡക്ടർ സ്വഭാവം? ബാക്ക് EMF എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അപ്പൊ ഇത് കറണ്ട് അങ്ങോട്ട് പോയി ഈ കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഡക്ടറിനകത്ത് ഈ എനർജി എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും. ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇതേ കറണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയാവോ? ഇൻഡക്ടർ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ചാർജ് എല്ലാം കൂടി ഇങ്ങോട്ട് വരും. ഇൻഡക്ടറിനകത്ത് ബാക്ക് EMF ഉണ്ട്. നേരെ ഈ സാധനം എല്ലാം കൂടി തിരിച്ചവിടെ വരും, കപ്പാസിറ്റർ വരും. ഇനി കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയാലോ?
നേരെ തിരിച്ച് എന്ത് ചെയ്യും, ഈ ചാർജ് എല്ലാം കൂടെ അങ്ങോട്ട് പോകും. അതായത് ആദ്യം ഈ ചാർജ് എല്ലാം കൂടെ അങ്ങോട്ട് പോകും. ഇൻഡക്ടർ ഫുള്ളി ചാർജ് ആകുമ്പോൾ ബാക്ക് ചെയ്യാൻ ഫുൾ ഉള്ളതുകൊണ്ട് നേരെ ചാർജ് എല്ലാം കൂടെ എന്ത് ചെയ്യും, തിരിച്ചു വരും. പിന്നെ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും. പിന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും. അങ്ങോട്ട് പോകും, തിരിച്ചു വരും. അങ്ങോട്ട് പോകും, തിരിച്ചു വരും. ഇവിടെ എന്ത് നടക്കും, ഒരു ഓസിലേഷൻ നടക്കും. ഒരു ഓസിലേഷൻ, അങ്ങോട്ട് പോയി തിരിച്ചു വന്നു, അങ്ങോട്ട് പോയി തിരിച്ചു വന്നു, അങ്ങോട്ട് പോയി തിരിച്ചു വന്നു. ഈ ഇൻഡക്ടറിന്റെയും അതുപോലെ തന്നെ കപ്പാസിറ്ററിന്റെയും റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്താൽ ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുറന്നുകൊണ്ടിരിക്കും. കപ്പാസിറ്ററിൽ നിന്ന് ചാർജ് അങ്ങോട്ട് പോകും, ഇൻഡക്ടർ ചാർജിനെ തിരിച്ചിങ്ങോട്ട് വിടും, പിന്നെ കപ്പാസിറ്റർ അങ്ങോട്ട് പോകും. ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതായത് ഇവിടെ എന്ത് നടന്നു, ഒരു ഓസിലേഷൻ നടന്നു. ഇവിടെ എന്ത് നടന്നു, ഒരു ഓസിലേഷൻ സംഭവിച്ചു. ഈ ഓസിലേഷൻ എന്ത് ഓസിലേഷൻ ആണ്, എൽ സി ഓസിലേഷൻ. മനസ്സിലായോ? ഇവിടെ ഒരു എൽ സി ഓസിലേഷൻ സംഭവിച്ചു, ഒരു ഓസിലേഷൻ നടന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എൽ സി ഓസിലേഷൻ. ഇവിടുത്തെ കറണ്ട് നമുക്കൊന്ന് വരച്ചു നോക്കാം. കറണ്ടിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. കറണ്ടിന്റെ ഗ്രാഫ് ഇവിടെ നമുക്ക് ടൈം കൊടുക്കാം, ഇവിടെ നമുക്ക് കറണ്ട് കൊടുക്കാം. ഇനിഷ്യലി കറണ്ട് ഇവിടെ നിന്നും അങ്ങോട്ടേക്കാ പോകുന്നു. നമുക്ക് ഇതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം, തിരിച്ചു വരുന്നതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കാം. പോസിറ്റീവ് ഡയറക്ഷൻ, നെഗറ്റീവ് ഡയറക്ഷൻ. ഇനിഷ്യലി കറണ്ട് 0 ആണ്. ഞാൻ ഇൻഡക്ടറിനകത്തോട്ട് ഈ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് പതിയെ ഗ്രോ ചെയ്ത് മാക്സിമത്തിൽ വരും. ഓക്കെ, ഇനി നമ്മുടെ ഇൻഡക്ടർ ബാക്ക് ഇ എം എഫ് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ ഈ കറണ്ടിന്റെ അങ്ങോട്ടേക്കുള്ള ഫ്ലോ കുറഞ്ഞ് 0 ആവും. അപ്പൊ ഇപ്പൊ ഇൻഡക്ടറിനകത്തോട്ടാണ് കറണ്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്ത് മാക്സിമം ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, ഇൻഡക്ടർ ബാക്ക് ഇ എം എഫ് കൊടുക്കും. അങ്ങനെ കറണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, കുറഞ്ഞ് 0 ആയി വരും. ഇനി കപ്പാസിറ്ററിന് അങ്ങോട്ടേക്ക് എനർജി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇൻഡക്ടറിനകത്ത് ഇപ്പൊ ഈ എനർജി ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു ഇൻ ദ ഫോം ഓഫ് എന്താണ്, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എന്താണ്, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി. ഈ കപ്പാസിറ്ററിനകത്ത് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് കറണ്ടിനെ അങ്ങോട്ട് തള്ളിവിടും. ആ എനർജിയൊക്കെ ഇൻഡക്ടർ സ്റ്റോർ ചെയ്ത് വെക്കും ഇൻ ദ ഫോം ഓഫ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ. അപ്പൊ ഇനിഷ്യലി എന്താണ്, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്, മാഗ്നറ്റിക്കൽ പൊട്ടൻഷ്യൽ എനർജി കുറവാണ്. അങ്ങനെ എന്ത് സംഭവിക്കും, ഇവിടെ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി കൂടുകയും ഇവിടെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി കുറയുകയും ചെയ്യും. അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്താൻ നേരത്തെ എന്താ സംഭവിക്കുന്നത്, നേരെ ഇൻഡക്ടർ തിരിച്ച് ഇങ്ങോട്ട് കൊടുക്കും. ഇനി കറണ്ട് എങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, ഈ എനർജി ഉപയോഗിച്ച് തിരിച്ച് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ് വരക്കേണ്ടത്, ഒരിക്കലും അല്ല. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നേരത്തെ കറണ്ട് അങ്ങോട്ടേക്കാണെങ്കിൽ ഇൻഡക്ടർ കൊടുക്കുന്ന കറണ്ട് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ഫ്ലോ ചെയ്യാൻ തുടങ്ങും. പിന്നെയും മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ കറണ്ടിനെ ഒപ്പോസ് ചെയ്യും. അങ്ങനെ കറണ്ട് പിന്നെ എന്താവും, 0 ആവും. ഈ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് എൽ സി ഓസിലേഷൻ. ഇവിടെ ഡാംപ്ഡ് ഓസിലേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും റെസിസ്റ്റൻസ് 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓസിലേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതിന്റെ ആംപ്ലിറ്റ്യൂഡിന് മാറ്റമൊന്നും ഉണ്ടാകാതെ തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് എൽ സി ഓസിലേഷൻ. ഇവിടെ എന്താ സത്യം പറഞ്ഞാൽ സംഭവിച്ചത്, നമ്മൾ ഡി സിയെ എന്താക്കി മാറ്റി, എ സി ആക്കി മാറ്റി. ഡി സി കറണ്ടിനെ നമ്മൾ എന്ത് കറണ്ട് ആക്കി മാറ്റി, എ സി കറണ്ട് ആക്കി മാറ്റി. നമ്മളിവിടെ ആദ്യം കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നത് ഒരു ബാറ്ററി ഉപയോഗിച്ചാണ്. ഒരു ബാറ്ററി ഉപയോഗിച്ച് ഫുള്ളി ചാർജ് ചെയ്യും. ഒരു ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ കപ്പാസിറ്ററിനെ ഫുള്ളി ചാർജ് ചെയ്തിട്ട് ഈ ബാറ്ററിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റും. ഈ ബാറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് എടുത്ത് റിമൂവ് ചെയ്യും. എന്നിട്ട് ഈ സാധനത്തിനാണ് ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡി സിനെ ആദ്യം നമ്മൾ കൊടുത്ത ഡി സി ആണ്. ആ ഡി സിനെ എൽ സി സർക്യൂട്ട് എന്താക്കി മാറ്റി, എ സി ആക്കി എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൽ സി ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. ഒരു ഡെറിവേഷൻ ഉണ്ട്, കുഞ്ഞു ഡെറിവേഷൻ ഉണ്ട്. നമുക്ക് ആ ഡെറിവേഷനും കൂടെ ഒന്ന് നോക്കാം. മക്കൾ ശ്രദ്ധിക്കുക, ഞാൻ ക്രിച്ചോഫിന്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ക്രിച്ചോഫിന്റെ ഈ ഗ്രാഫ് അവിടെ കിടക്കട്ടെ, ഗ്രാഫ് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ആവശ്യമുള്ള സംഗതികൾ മായ്ച്ചു കളയുവാണ്. ചോദിക്കും. ഈ സർക്യൂട്ട് എൽ സി സർക്യൂട്ട് എന്ന് പറയല്ലേ? എൽ സി ഓസിലേഷൻ കൊടുത്തു. എൽ സി സർക്യൂട്ട് എന്ന് വേണ്ട, എൽ സി ഓസിലേഷൻ, അതാ നല്ലത്.
എൽ സി ഓസിലേഷൻ. എൽ സി ഓസിലേഷൻ എന്തിനാണ് എൽ സി? ബാറ്ററിയുടെ അല്ലേ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തത്? അത് നമ്മൾ ഇനിഷ്യലി നമ്മൾ ബാറ്ററി വെച്ചാണ് ആ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തത്, ബാറ്ററി വെച്ച്. എന്നിട്ട് നമ്മൾ ഇൻഡക്ടറിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടുത്തെ കറണ്ട് എന്തായിട്ട് മാറും? എ സി ആയിട്ട് മാറും. കാരണം അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ആദ്യമേ ചാർജിന് ഓടിച്ച് എവിടെ വിടും? ഇൻഡക്ടർ വിടും. ഇൻഡക്ടർ പറയാം എനിക്ക് വേണ്ട, നീ എടുത്തോളാൻ പറയും. അപ്പൊ കപ്പാസിറ്റർ പറയാല്ല നീ എടുത്തോ, ഇൻഡക്ടർ പറയാല്ല വേണ്ട നീ എടുത്തോ. അങ്ങനെ ആ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യും. അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു എ സി കറണ്ട് ഉണ്ടാവും. അതാണ് അവിടെ നടക്കുന്നത്. എൽ സി ഓസിലേഷൻ അവിടെ സംഭവിക്കുന്നത്. ഒരു കുഞ്ഞു ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓസിലേഷൻ ആണോ നമുക്ക് നോക്കാം. ഒരു കുഞ്ഞു ഡെറിവേഷൻ ഉണ്ട്. എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഫൈനൽ ആൻസർ ബാറ്ററിയുടെ അവിടെ പ്ലസ് റൈറ്റില് ലെഫ്റ്റും അല്ല റൈറ്റില് പ്ലസും ലെഫ്റ്റില് മൈനസും അല്ലേ ഇട്ടേക്കുന്നത്? ആദ്യം നമ്മൾ ആദ്യം കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇത് ഈ പറഞ്ഞ തിരിച്ച് ചെയ്യാൻ പറ്റുമോ? തിരിച്ച് സൈൻ മാറ്റാൻ ഒരു കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും ഇടാം, അതിനൊരു കാര്യമില്ല. ഇവിടെ ഇനി പോസിറ്റീവ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അപ്പുറത്ത് നെഗറ്റീവ് ഇടണമെന്ന് വെച്ചു. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു സംഭവം നോക്കാം. ഈ സാധനത്തിനകത്ത് ക്രിച്ചോഫിന്റെ KVL അപ്ലൈ ചെയ്യാം. ക്രിച്ചോഫ് വോൾട്ടേജ് ലോ, KVL അല്ലെങ്കിൽ ക്രിച്ചോഫ് വോൾട്ടേജ് റൂൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും. ഇവിടെ രണ്ടിടത്താണ് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്. എവിടൊക്കെയാണ്? ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ അതായത് ഇൻഡക്ടറിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കപ്പാസിറ്ററിന് അക്രോസും എന്തുണ്ട്? ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. ഈ രണ്ട് ഇടത്താണ് വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളത്. അപ്പൊ ക്രിച്ചോഫിന്റെ ലൂപ്പ് റൂൾ പ്രകാരം നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ക്രിച്ചോഫിന്റെ വോൾട്ടേജ് റൂൾ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജിനെ VL എന്ന് വിളിക്കാം. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെ VL എന്ന് വിളിക്കാം. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജിനെ നമുക്ക് എന്ത് വിളിക്കാം? VC എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ക്രിച്ചോഫിന്റെ വോൾട്ടേജ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്യാം. എന്താണ് ക്രിച്ചോഫിന്റെ വോൾട്ടേജ് റൂൾ പറയുന്നത്? ഒരു ലൂപ്പിലെ ടോട്ടൽ വോൾട്ടേജ് 0 ആയിരിക്കും. ഒരു ലൂപ്പിലെ ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആണ്. അതാണ് ക്രിച്ചോഫിന്റെ വോൾട്ടേജ് റൂൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലൂപ്പിലെ വോൾട്ടേജ് നോക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ വോൾട്ടേജ്? നമുക്ക് ലൂപ്പ് എടുക്കാം. A B C D. ലൂപ്പ് A B C D. ലൂപ്പ് ABCD എടുക്കും. ABCD എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും A to B ക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. A to B യുടെ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? VC ആണ്. നമ്മൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് നോക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കൊടുക്കാം, -VC കൊടുക്കാം. -VC. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് നമുക്ക് പ്ലസ് കൊടുക്കാം. എന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവിലോട്ട് മൈനസ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ VC കൊടുക്കാം. VC. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് എത്ര? VL. പക്ഷെ നമ്മൾ ഇവിടെ നോക്കിയത് നെഗറ്റീവ് ടു പോസിറ്റീവ്. നമ്മൾ പോസിറ്റീവ് കൊടുത്താൽ ദെൻ പോസിറ്റീവ് ടു നെഗറ്റീവ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. മൈനസ് എന്ത് വരും? VL വരും. ഈക്വൽ ടു എന്ത് വരും? 0. ക്രിച്ചോഫിന്റെ ലൂപ്പ് റൂൾ മനസ്സിലായോ? ഒരു ലൂപ്പിലെ ടോട്ടൽ വോൾട്ടേജ് 0 ആണ്. VC നെഗറ്റീവ് ടു പോസിറ്റീവ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്താൽ VL പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നോക്കുന്നത് എങ്ങനെ? ABCD ഇങ്ങനെ നോക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. VC എന്താണ്? കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. എങ്ങനെയാണ് കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം Q ഈക്വൽ ടു എന്താ മക്കളെ? CV. അപ്പൊ V ഈക്വൽ ടു എന്താണ്? Q/C. അപ്പൊ നമുക്ക് പറയാം VC എന്ന് പറയുന്നത് Q കപ്പാസിറ്ററിലെ ചാർജ് ബൈ എന്ത് വരും? Q/C മൈനസ് എന്താണ് VL? നമുക്കറിയാലോ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. -L × di/ എന്താണ്? dt. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. -L × di/dt ഇട്ടുകൊടുത്തേ. അപ്പൊ എന്ത് കിട്ടും? മൈനസും മൈനസും പ്ലസ് ആവും. L × di/dt ഈക്വൽ ടു 0. ഓക്കെ, ഇനി I എന്താണ്? നമ്മൾ പഠിച്ചതാണ്. I എന്താണ്? I എന്ന് വെച്ചാൽ ചാർജ് ബൈ ടൈം ആണ്. dq/dt ആണ്. ഇട്ടുകൊടുത്ത ഇക്വേഷനിലോട്ട് അപ്പൊ എന്ത് കിട്ടും? Q/C പ്ലസ് L × d/dt ഓഫ് I എന്താണ്? dq/dt ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. എങ്ങനെ എഴുതാൻ നമുക്ക് സാധിക്കും?
പ്ലസ് എൽ ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു 0. എവിടെയോ കണ്ടു മറന്ന ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇതിനകത്തുള്ള ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ എവിടെയാണ് പഠിച്ചത് കഴിഞ്ഞ വർഷം? ഓസിലേഷൻ. ആ ജനറൽ ഇക്വേഷൻ, ആ ഓസിലേഷന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയാമോ? അറിഞ്ഞല്ലോ, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ശരി, അത് തന്നെ. ആ ഇക്വേഷൻ പറയാമോ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ആകണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ കൂടെ വേറെ ആരും വരാൻ പാടില്ല. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്താണ്? എക്സിന് പകരം ക്യൂ ആന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഇവിടെ ചാർജ് ആണ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഡി സ്ക്വയറിന്റെ കൂടെ ആരും വരാൻ പാടില്ല. നോക്കിയേ, ഡി സ്ക്വയറിന്റെ കൂടെ ആരും വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? എല്ലാം ഉണ്ടല്ലോ, ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുവാണേ. അത് എങ്ങോട്ട് എഴുതും? ഇങ്ങോട്ടങ്ങനെ എഴുതാം. എല്ലായിടും ഒരു എല്ലും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ക്യൂ ബൈ സി ഒരു എല്ലും കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്ലസ് ഇവിടെ എല്ലും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പിന്നെന്താണ്? ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു 0. ഒന്ന് അറേഞ്ച് ചെയ്തേ, എന്ത് കിട്ടും? ഡി സ്ക്വയർ എവിടെ മുതലാ പറയേണ്ടത്? ആദ്യം മുതലോ? അല്ല, ഈ മറ്റേ VL തൊട്ട് VL മൈനസ് എൽ ഡി ഐ ബൈ ഡി ടി. ഈ ഇക്വേഷൻ ഉണ്ട്, ഇങ്ങനെ ഇക്വേഷൻ ഉള്ളതാണ്. VL ഇക്വേഷൻ മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഈ ഒരു ഇക്വേഷൻ നമുക്കുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. ആ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. അപ്പൊ എന്തായി? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആയി. അത്ര മനസ്സിലായോ? ഇനി പ്ലസ് ആയത്, അതായത് ഇവിടെ വി എല്ലിന്റെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസും ഇക്വേഷനകത്തൊരു മൈനസ് ഉണ്ട്. ആ രണ്ട് മൈനസും പ്ലസ് ആയത്. ഓക്കെ, ബാക്കി പറയണോ? ബാക്കി ഒന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി ഈ ഐനെ മാറ്റാൻ പോവാണ്. കറണ്ട് എന്ന് വെച്ചാൽ എന്താ ഇക്വേഷൻ? ചാർജ് ബൈ ടൈം ആണ്. ഡി ക്യൂ ബൈ ഡി ടി ആണ് ഐ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ കൂടി ഇട്ട് കൊടുത്തു. അപ്പൊ എന്താണ്? ഡി ബൈ ഡി ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നോണ്ടാണോ? അതെ, അതുകൊണ്ട് നമ്മൾ കറണ്ട് ഇക്വേഷൻ ഇങ്ങനെ പഠിക്കുന്നത്. ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി പഠിക്കുന്നത്. സ്മോൾ ചാർജിനുള്ള ഡി ടി ടൈമിലുള്ള ആ ഫ്ലോ ആണ്. അതുകൊണ്ടാണ് ഡി ടി ബൈ ഡി ടി വന്നിരിക്കുന്നത്. ഇനി ഡി ഇൻറ്റു ഡി സ്ക്വയർ ക്യൂ, പിന്നെ ഡി ടി ഉണ്ട്. അപ്പൊ ഡി ടി ദ ഹോൾ സ്ക്വയർ എന്നല്ല എഴുതണ്ട, അതായത് സംശയം ഉണ്ടാകാം. ഡി ടി ദ ഹോൾ സ്ക്വയറിന് പകരം മാത്തമാറ്റിക്സിനകത്ത് നമ്മൾ എഴുതുന്നത് എന്താണ്? ഡി ടി സ്ക്വയർ എന്ന് എഴുതുന്നത്. കാരണം കോസ് തീറ്റ ദ ഹോൾ സ്ക്വയറിന് പകരം നമ്മൾ എഴുതുന്നത് എന്താ? കോസ് സ്ക്വയർ തീറ്റ. അതുപോലെ തന്നെ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു ഫംഗ്ഷൻ ആണ് ഡി ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്, വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡി ടി സ്ക്വയർ എന്ന് വരും. ഡി ടി ദ ഹോൾ സ്ക്വയറിന് പകരം നമ്മൾ മാത്തമാറ്റിക്സിനകത്ത് ഡി ടി സ്ക്വയർ എന്നാണ് എഴുതുന്നത് കേട്ടോ. അങ്ങനെ ഇക്വേഷൻ കിട്ടിയത് കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി നമ്മൾ പ്ലസ് 1 ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ ആ രീതിയിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടൈമിലോട്ട് കൊണ്ടുവരാൻ പോവാണ്. കാരണം ഇത് ഓസിലേഷൻ അല്ലേ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ഓസിലേഷൻ. ഈ ഇക്വേഷനെ ഈ രീതിയിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് പറയാം, ഇതിവിടെ നടക്കുന്ന ഓസിലേഷൻ ആണ്. അപ്പൊ അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന്റെ കൂടെ ആരില്ല? ആൾക്കാരായി ഇവിടെ ഒറ്റ. ഇത് സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. അപ്പൊ എല്ല് ഇവിടെ അധികപ്പറ്റാണ്. എല്ലിനെ കളയാൻ വേണ്ടി എല്ലായിടത്തും ഒരു എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ക്യൂ ബൈ എൽ സി ഒരു എല്ല് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെയും നമുക്ക് ഒരു എല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എല്ലും വെട്ടിപ്പോയി. ബാക്കി എന്തുണ്ട്? ഡി സ്ക്വയർ ക്യൂ ബൈ ടി ടി സ്ക്വയർ ഈക്വൽ ടു 0 ബൈ എൽ 0 തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിയേ. ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഇവിടെ എന്താ കിടക്കുന്നത്? ക്യൂ ബൈ എൽ സി ഈക്വൽ ടു 0. ഇനി പറ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. എന്താ ഇക്വേഷൻ കിട്ടിയത്? നോക്കിയേ, ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്തേ. ഈ കോളത്തിൽ കിടക്കുന്ന രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്തേ. ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയറിന്റെ സ്ഥാനത്ത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ.
ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് 1/LC. ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 1/LC. കാരണം എക്സിന്റെ സ്ഥാനത്ത് ക്യൂ ആ കിടക്കുന്നത്. മക്കളെ ശ്രദ്ധിക്കുക, എക്സിന്റെ സ്ഥാനത്ത് ക്യൂ ആ കിടക്കുന്നത് അല്ലെ? രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് എക്സിന്റെ സ്ഥാനത്ത് ക്യൂ ആ കിടക്കുന്നത്. ഇനി ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? 1/LC. മനസ്സിലായത്? മനസ്സിലായത്? ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് ആരാണ്? 1/LC. എക്സിന്റെ സ്ഥാനത്ത് ക്യൂ. അപ്പൊ 1/LC ആണ് ഒമേഗ സ്ക്വയർ. അപ്പൊ ഈ ഇക്വേഷൻ എഴുതിട്ട് പറയണം ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ LC സർക്യൂട്ടും എന്ത് തന്നെയാണ്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്, അതായത് ഒരു ഓസിലേഷൻ ആണ്. മനസ്സിലായോ? മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. എങ്കിൽ ശ്രദ്ധിച്ചേ, നമുക്ക് ഇവിടുത്തെ റെസൊണൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. റെസൊണൻസ് ഫ്രീക്വൻസി അല്ല, നമുക്ക് ഇവിടുത്തെ LC ഓസിലേഷൻ. ചോദിച്ചോടാ. ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ആണ് ഒമേഗ ആയിട്ട് എടുത്തത്. ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ഒമേഗ അല്ല. ഡി സ്ക്വയർ. ഹലോ, പറഞ്ഞോ, കേൾക്കുന്നുണ്ടോ? നോക്കിയേ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി. ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ലേ? അവിടുന്ന് നെറ്റിന്റെ കംപ്ലൈന്റ് ആണോ നോക്കടാ. ഇവിടെ കുഴപ്പമില്ല. നോക്കിക്കേ, ചെറിയ കട്ടായി പോവാ. നെറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. നെറ്റ് കംപ്ലൈന്റ്. നീ വീഡിയോ നോക്കി നോക്കിയേ. ശ്രദ്ധിച്ചേ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് എന്താണ്? ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ ആണ്. അത് വിട്ടുകളാം. ഇനി ഇവിടെ ക്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? എക്സ് ആണ് കിടക്കുന്നത്. ഇവിടെ ക്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് എന്താണ്? എക്സ് ആണ്. ക്യൂവിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് എക്സ് ആണ്. ഇനി ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇനി നോക്കിയേ, ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന ബാക്കി ഇനി എന്താ ഉള്ളത്? 1/LC കിടക്കുന്നത്. 1/LC കിടക്കുന്നത്. ഒമേഗ സ്ക്വയറിന് പകരം ഇവിടെ കിടക്കുന്ന എന്താ? 1/LC ആണ്. ക്യൂ ബൈ LC എന്ന് വെച്ചാൽ 1/LC ആണ്. 1/LC ഇൻറ്റു ക്യൂ ആണ് ക്യൂ ബൈ LC എന്ന് പറയുന്നത്. അതായത് ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് അവിടെ കിടക്കുന്നത് 1/LC ആണ്. അപ്പൊ നമുക്ക് പറയാം ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 1/LC. 1/LC. ഇവിടെ നിന്നും നമുക്ക് ഒമേഗ എന്തായിരിക്കും? ഒമേഗ ഈക്വൽ ടു 1/√LC. 1/√LC. ഒമേഗയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഒമേഗ എന്ന് പറയുന്നത്? ഒമേഗ എന്ന് പറയുന്നത്, ഞാൻ ഈ ഗ്രാഫ് ഒന്ന് വായിച്ചു കളയുവാണേ. ഓക്കെ, നോക്കിയേ, ഒമേഗ ഇക്വേഷൻ 2π ഇൻറ്റു എഫ് ആണ് ഈക്വൽ ടു 1/√LC. ദെൻ ഫ്രീക്വൻസി ഇക്വേഷൻ എന്ത് കിട്ടും? മ്യൂട്ട് ആക്കുക കേട്ടോ, മ്യൂട്ട് ആക്കുക, സൗണ്ട് കേൾക്കുന്നുണ്ട്. 1/2π സാമത്തിന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് അപ്പൊ എന്ത് കിട്ടും? 1/2π റൂട്ട് എന്ത് കിട്ടി? LC. ഈ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ്, ഓർമ്മയുണ്ടായിരുന്നോ? റെസൊണൻസ് കണ്ടീഷനിൽ കിട്ടുന്ന അതേ ഫ്രീക്വൻസിയാണ് ഇവിടെയും കിട്ടുന്നത്. നമ്മൾ LCR സർക്യൂട്ടിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി തന്നെയാണ് ഇവിടെ കിട്ടുന്ന ഫ്രീക്വൻസി. പക്ഷെ ഇത് റെസൊണൻസ് ഫ്രീക്വൻസി അല്ല, LC ഓസിലേഷന്റെ ഫ്രീക്വൻസിയാണ്. ജസ്റ്റ് ഈ ഡെറിവേഷൻ പെട്ടെന്ന് എഴുതിയെടുത്തേ. ഡെറിവേഷൻ ചോദിച്ച് കണ്ടിട്ടില്ല, അവസാനം ഇക്വേഷൻ പഠിക്കുക. ഇക്വേഷൻ പഠിക്കാൻ സിമ്പിൾ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ തന്നെയാണ് ഇത്. തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ ആണ് ഇത്. പെട്ടെന്ന് എഴുതിയെടുത്തേ. ഇനി ഒരു കുഞ്ഞു സാധനം കൂടെ പഠിക്കാണ്ട് കേട്ടോ. ഈ സാധനം വലിയ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. LCR സർക്യൂട്ട് ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ റെസൊണൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും അങ്ങനെ ചോദിച്ചാൽ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും പഠിച്ചു നോക്കുക. അവസാനത്തെ ഇക്വേഷൻ എങ്കിലും പഠിച്ചു നോക്കുക. എഴുതി കഴിയുമ്പോൾ പറയുക.
ഓക്കെ, കഴിഞ്ഞോ? വായിക്കട്ടെ? ഒരു മിനിറ്റ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടോ? ഞാനിപ്പോ അവനെ മാത്രം പഠിപ്പിക്കുന്നവരാകുവാണത്. അഥവാ എക്സാമിന് നിങ്ങളോട് ചോദിക്കുകയാണ്, എൽ സി ഓസിലേഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡെറിവേഷൻ എഴുതുക. എന്റെ അവസാനം നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുമല്ലോ. എന്താ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്? ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ക്യൂ ബൈ എൽ സി ഈക്വൽ ടു 0. എന്നിട്ട് നിങ്ങൾ പറയുക, ഈ ഇക്വേഷൻ എന്തുപോലെ തോന്നുന്നുണ്ട്? ലുക്ക് ലൈക്ക് ഇക്വേഷൻ ഓഫ് എന്താണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ ആണ്. എന്നിട്ട് പറയുക, ഇവിടെ ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? 1/LC ആണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒമേഗ എന്തായിരിക്കും? 1/, ഫ്രീക്വൻസി എന്തായിരിക്കും? 1/√LC, 1/2π√LC. ഇത്ര എഴുതിയ പരിപാടി വരും. ഓക്കെ, പിന്നെ അതിന്റെ തിയറിയാണ്. തിയറി പാർട്ട് ഞാൻ നോട്ട് തരാം. ആ നോട്ടിന് ആ തിയറിയാണ്. ഒരു പ്രത്യേക തിയറി ഒന്നുമില്ല കേട്ടോ. അതൊന്നും ഇത് കാണാതൊന്നും പഠിക്കണം. നിങ്ങൾക്ക് തോന്നിയ പോലെ എഴുതി വെച്ചാൽ മതി. ഇനിഷ്യലി കപ്പാസിറ്റർ ചാർജ് ചെയ്യുക, കപ്പാസിറ്റർ ചാർജ് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ഇൻഡക്ടറിലോട്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ഇൻഡക്ടറിനകത്ത് ബാക്ക് ഫുൾ ഉള്ളതുകൊണ്ട് തന്നെ ആ പോയ ചാർജ് എല്ലാം എന്ത് ചെയ്യും? തിരിച്ചങ്ങോട്ട് തന്നെ വരും, കപ്പാസിറ്റർ വരും. പിന്നെയും കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവും, പിന്നെയും കപ്പാസിറ്റർ തിരിച്ച് അങ്ങോട്ട് വിടും. ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഒരു ഓസിലേഷൻ പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ആൾട്ടർനേറ്റീവ് കണ്ടുണ്ടാവും. ഇൻവെർട്ടർ അറിയാം, നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഇൻവെർട്ടർ. ഇൻവെർട്ടറിനകത്തും ഇതേപോലത്തെ പരിപാടിയൊക്കെ നടക്കുന്നത് കേട്ടോ. ഇതേപോലത്തെ പരിപാടി എൽ സി ഓസിലേഷൻ വെച്ചിട്ട് നമ്മുടെ ബാറ്ററിയുടെ ആ വോൾട്ടേജിനെ എന്താക്കി മാറ്റും? സൈനസോയിഡ് വോൾട്ടേജ് ആക്കി മാറ്റും. ഇത് ഈ ഒരു സർക്യൂട്ട് മാത്രമല്ല, അവിടെ വേറെ സർക്യൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് ഡാംപ്ഡ് ഓസിലേഷൻ ആണ്. ഈ ഡാംപ്ഡ് ഓസിലേഷനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ്ഡ് ഓസിലേഷൻ ആക്കണം. അത് നമ്മൾ ഇവിടെ പഠിക്കത്തില്ല. നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ ഇതൊന്ന് വായിച്ചു കളയാണ്. ബാക്കിയൊക്കെ പിന്നെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഓക്കെ, അടുത്തത് ഹെഡിങ് എഴുതിക്കൊള്ളുക. ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ കണ്ടുണ്ടോ നിങ്ങൾ? എവിടെങ്കിലും ഉണ്ടോ? എവിടെ കണ്ടുണ്ട്? അതെ, റോഡിൽ കണ്ടിട്ടുണ്ട്. റോഡിലൊക്കെ നിൽക്കുന്ന കണ്ടുണ്ട് ട്രാൻസ്ഫോമർ അല്ലേ? റോഡിലൊക്കെ കണ്ടു. റോഡിന്റെ വഴി സൈഡിലൊക്കെ KCB-യുടെ ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ? എന്തിനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്? KCB ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതിന് വോൾട്ടേജിനെ കുറയ്ക്കാനാണ്. നമ്മുടെ റോഡിൽ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ ഒക്കെ എന്താ ചെയ്യുന്നത്? വോൾട്ടേജിനെ കുറയ്ക്കും. പവർ സ്റ്റേഷനിൽ ഇരിക്കുന്ന ട്രാൻസ്ഫോമറോ വോൾട്ടേജിനെ കൂട്ടും. നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ? വലിയൊരു സാധനം, അതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫോമറിന്റെ പരിപാടി എന്താണ്? 11 kV കണ്ടുണ്ട്. 11 kV നമ്മുടെ KCB-യുടെ പോസ്റ്റിന്റെ ഏറ്റവും മുകളിൽ കൂടെ ഒരു 3 വയർ പോയിട്ടുണ്ട്. അത് 11 kV ആണ്. 11 kV എന്ന് വെച്ചാൽ 11 × 10⁻³ വോൾട്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന വോൾട്ടേജ് എത്ര? 230 വോൾട്ട് ആണ്. 230 വോൾട്ട് ആണെങ്കിൽ 11 kV എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 11 × 10⁻³ വോൾട്ട് ആണ്. ഒറ്റ 10, 100, 1000, 10,000.
മനസ്സിലായി? 11,000 വോൾട്ട്. നല്ല രസമായിരിക്കും, അതിനകത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, നല്ല അടിച്ചപ്പോ താഴെ വീഴും അല്ലേ? ഓക്കെ, അപ്പൊ ആ 11 kV നിന്നും നമ്മൾ എന്ത് ചെയ്യും? വോൾട്ടേജിനെ എടുത്തിട്ട് ട്രാൻസ്ഫോമർ കൊടുക്കും. ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? ഈ 11 kV അല്ലെങ്കിൽ 11 കിലോ വോൾട്ടിനെ എത്ര വോൾട്ടാക്കി മാറ്റും? നമുക്ക് ആവശ്യമായ 230 അല്ലെങ്കിൽ 220 വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. ആരാ കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസ്ഫോമറെ കൺവേർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതിനാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് വോൾട്ടേജ് ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ വോൾട്ടേജിനെ കൂട്ടാനോ വോൾട്ടേജിനെ കുറയ്ക്കാനോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? ഒരു ഡിവൈസ് ആണ് എന്ത്? ട്രാൻസ്ഫോമർ. ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്? ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ വോൾട്ടേജ്. വോൾട്ടേജിനെ കൂട്ടാനോ വോൾട്ടേജിനെ കുറയ്ക്കാനോ, സ്റ്റെപ്പ് അപ്പോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ. വോൾട്ടേജിനെ കൂട്ടുന്ന ട്രാൻസ്ഫോമറെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും, വോൾട്ടേജിനെ കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നമ്മൾ ഈ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ചോദിക്കൂ. അതേ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണിന് പകരം ഇൻക്രീസിങ് ഡിക്രീസിങ് എഴുതാൻ പറ്റുമോ? ഇൻക്രീസ് ദ വോൾട്ടേജ് ഓർ ഡിക്രീസിംഗ് ദ വോൾട്ടേജ് ഒരു കുഴപ്പമില്ല. പക്ഷേ ട്രാൻസ്ഫോമറിന്റെ പേര് പറയുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് ട്രാൻസ്ഫോമർ എന്നും ഡിക്രീസിംഗ് ട്രാൻസ്ഫോമർ എന്നും പറയുന്നത്. അത്രേ ഉള്ളൂ. വോൾട്ടേജിനെ കൂട്ടുന്നു കുറക്കുന്നു, ഇൻക്രീസിംഗ് വോൾട്ടേജും ഡിക്രീസിംഗ് വോൾട്ടേജ് എന്നൊക്കെ പറയാം. പക്ഷേ ട്രാൻസ്ഫോമറിന്റെ പേര് പറയുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തന്നെ പറയണം കേട്ടോ. ഓക്കെ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നില്ലേ? അതെ, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നു. സ്റ്റെപ്പ് അപ്പ് പേര് ട്രാൻസ്ഫോമറിന്റെ പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. യെസ് യെസ്, അതെ 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 അതെ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഒരു ട്രാൻസ്ഫോമറിന്റെ ഒരു ഡയഗ്രാം ആണ് വരക്കാൻ പോകുന്നത്. ഇതൊരു അയൺ കോർ ആണ്, അയൺ കോർ, ഒരു അയണിന്റെ കോറാണ്. എന്തിനാണെന്ന് അയൺ കോർ ഉപയോഗിക്കുന്നത്? അയൺ കോറിന് മാഗ്നറ്റിക് പെർമിയബിലിറ്റി കൂടുതലാണ്. മാഗ്നറ്റിക് ഫീൽഡിനെ എയറിനേക്കാൾ നന്നായിട്ട് കടത്തിവിടുന്ന ആരാണ്? അയൺ കോർ ആണ്. നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മാഗ്നറ്റിക് പെർമിയബിലിറ്റി മ്യൂ സീറോ. മാഗ്നറ്റിക് പെർമിയബിലിറ്റി അയൺ കോറിന് കൂടുതലാണ്. ഒരു അയൺ കോർ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു അയൺ കോറിന്റെ ഫ്രെയിം വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. നമ്മളുടെ കോയിൽ നമുക്ക് 2 കോയിലുണ്ട്. ഈ കോയിലാണ് പ്രൈമറി കോയിൽ. പിന്നെ വിളിക്കുന്ന പേരെന്താണ്? പ്രൈമറി കോയിൽ എന്നാണ് വിളിക്കുന്നത്. പ്രൈമറി കോയിൽ. ഈ പ്രൈമറി കോയിലാണ് നമ്മൾ നമ്മളുടെ വോൾട്ടേജ് കൊടുക്കുന്നത്. പ്രൈമറി കോയിൽ ഇതാണ് പ്രൈമറി വോൾട്ടേജ്. പ്രൈമറി കോയിൽ, പ്രൈമറി വോൾട്ടേജ്. ഇനി ഇവിടെയാണ് നമ്മളുടെ സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിൽ ഇവിടെയാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത്. ലോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ടിവിയോ ഫ്രിഡ്ജോ എന്താന്ന് വെച്ചാൽ സാധനം ലോഡെന്ന് വരച്ച് അങ്ങനെ എഴുതിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഗാൽവനോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഞാനൊരു AC വോൾട്ടേജാണ് കൊടുത്തത്. AC വോൾട്ടേജ് കൊടുക്കാൻ നേരത്ത് നമുക്കറിയാം ഇതൊരു ഇൻഡക്ടർ ആണല്ലേ. ഈ ഇൻഡക്ടറിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യത്തില്ലേ? നമുക്കറിയാം ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സോളിനോയിഡിനകത്ത് എന്തുണ്ട് മക്കളെ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഈ സോളിനോയിഡ്, ഈ ഇൻഡക്ടറിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്നും എങ്ങോട്ട് യാത്രയാകും? ഈ അയൺ കോറിലൂടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്നും എങ്ങോട്ട് വരും? ഇങ്ങോട്ടേക്ക് വരും. പ്രൈമറി കോയിലിൽ നിന്നും സെക്കൻഡറി കോയിലിലോട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് യാത്രയാകും. അങ്ങനെ ഈ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെ വരും? സെക്കൻഡറി കോയിൽ വരും. പ്രൈമറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എവിടെ വരും? സെക്കൻഡറി കോയിൽ വന്നു. അങ്ങനെ സെക്കൻഡറി കോയിലിനകത്ത് നമുക്കൊരു വോൾട്ടേജ് കിട്ടി. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് VS. ഇവിടെ നടക്കുന്ന പ്രോസസ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഞാൻ ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് AC വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്. നമുക്കറിയാം AC വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വോൾട്ടേജ് മാറുന്നു. AC വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ വോൾട്ടേജ് മാറുന്നു. ഈ മാറുന്ന വോൾട്ടേജ്
സ്വാഭാവികമായിട്ടും വോൾട്ടേജ് മാറുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് മാറുന്നുണ്ട്? കറണ്ട് മാറുന്നുണ്ട്, കറണ്ടിന് ചേഞ്ച് ഉണ്ട്. കറണ്ടിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ആരും ചേഞ്ച് ആവും? മാഗ്നറ്റിക് ഫ്ലക്സിനും ചേഞ്ച് ഉണ്ട്. അപ്പോൾ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സ് എവിടെ വരും? സെക്കൻഡറി കോയിൽ വരും. എതിലേക്കൂടെ വരും? ഈ അയൺ കോറിലൂടെ വരും. അപ്പോൾ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സും അല്ലെങ്കിൽ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡറി കോയിലിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിന് എന്തുണ്ടാകും? ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ സെക്കൻഡറി കോയിലിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത് എന്താണ്? ഒരു കോയിലിലെ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ആ കോയിലിൽ എന്തുണ്ടാകും? ഒരു EMF ഉണ്ടാകും. നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചതാണ്. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? ഒരു കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈമറി കോയിലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് വേരി ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിലിനകത്ത് എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു EMF ഉണ്ടാവും. ഇതിനെ വിളിച്ച പേരെന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പ്രൈമറി കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് മാറുന്നു, അപ്പോൾ സെക്കൻഡറി കോയിൽ ഒരു EMF ഉണ്ടാകുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ വെച്ചാൽ എന്താണ്? ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്, നമ്മൾ പഠിച്ചതാണ്. മനസ്സിലായോ? അതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ യൂസ് എന്താണ്? ടു സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ദി വോൾട്ടേജ്. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇതിന്റെ കൺസ്ട്രക്ഷൻ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു അയൺ കോർ ഉണ്ട്, ഒരു പ്രൈമറി കോയിൽ ഉണ്ട്, ഒരു സെക്കൻഡറി കോയിൽ ഉണ്ട്. ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പാർട്സ് ഇതൊക്കെയാണ്. ഇനി ഇതിന്റെ വർക്കിംഗ് എന്താണ്? The current passing through primary coil changes and EMF is induced in the secondary coil. പ്രൈമറി കോയിലിലെ കറണ്ട് വേരി ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിൽ ഒരു EMF ഉണ്ടാവും. ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. യൂസ്, വർക്കിംഗ് പ്രിൻസിപ്പിള്, കൺസ്ട്രക്ഷൻ ആൻഡ് ഫൈനലി വർക്കിംഗ്. എന്തിനാണ് അവിടെ അയൺ കോർ ഉപയോഗിക്കുന്നത്? ഫ്ലക്സിന്റെ പാസേജിന് വേണ്ടി. മാഗ്നറ്റിക് ഫീൽഡ് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ട് പോകാൻ വേണ്ടിയാണ് അയൺ കോർ ഉപയോഗിക്കുന്നത്. അയൺ കോറിന് മാഗ്നറ്റിക് പെർമിയബിലിറ്റി കൂടുതലാണ്. അത് ചോദിക്കത്തില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. വർക്കിംഗ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാമോ? വർക്കിംഗ് ഇത്രയേ ഉള്ളൂ മക്കളെ. കറന്റ് പാസിംഗ് ത്രൂ പ്രൈമറി കോയിൽ ചേഞ്ചസ്. കറന്റ് പാസിംഗ് ത്രൂ പ്രൈമറി കോയിൽ ചേഞ്ചസ് ആൻഡ് EMF is induced in the secondary coil and EMF is induced in the secondary coil. മലയാളത്തിൽ പറഞ്ഞാൽ പ്രൈമറി കോയിലിലെ കറണ്ടിന് മാറ്റം ഉണ്ടാകുമ്പോൾ സെക്കൻഡറി കോയിലിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. സത്യം പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ തന്നെയാണ്. മനസ്സിലായോ? റിഫ്ലക്സിന്റെ പാത്തിന് വേണ്ടിയാണ് നമ്മൾ അവിടെ അയൺ കോർ വെക്കുന്നത്, വേറെ ഒന്നിനും അല്ല കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. കുറച്ച് കാൽക്കുലേഷൻ EMF എന്ന് പറയുമ്പോ വോൾട്ടേജിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലോ. അതെ 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 അതെ. EMF എന്ന് വെച്ചാൽ വോൾട്ടേജ് റിലേറ്റഡ് ആയിട്ട് സാധനം തന്നെ കേട്ടോ, വേറെ ഒന്നുമല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടുത്തെ ഒരു റിലേഷൻ കണ്ടുപിടിക്കാവേ. പ്രൈമറിയിലെ ഫ്ലക്സ് 5P എന്ന് വിളിച്ചു, അതും സെക്കൻഡറിയിലെ ഫ്ലക്സും ഈക്വൽ ആയി. കാരണം പ്രൈമറി ആണ് ഫ്ലക്സിനെ ഉണ്ടാക്കുന്നത്. ആ ഫ്ലക്സ് ഈ അയൺ കോർ വഴി എവിടെ എത്തി? സെക്കൻഡറിയിൽ. അപ്പൊ പ്രൈമറിയിലെ ഫ്ലക്സ് ഈക്വൽ ടു എന്താണ്? സെക്കൻഡറിയിലെ ഫ്ലക്സ് ആണ്. ഓക്കെ, പ്രൈമറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സും സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഫ്ലക്സും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇതിനകത്ത് സംശയമുണ്ടോ? ഫ്ലക്സിന്റെ കേസിൽ മനസ്സിലായോ? പ്രൈമറിയിലെ ഫ്ലക്സ് എന്താണോ അത് തന്നെ ആയിരിക്കും നമുക്ക് എവിടെയും കിട്ടുന്നത്, സെക്കൻഡറിയിലും കിട്ടുന്നത്. ഇനി ഫ്ലക്സിന് നമുക്ക് ഇക്വേഷൻ തന്നെ അറിയാവോ? ഫ്ലക്സിന് നമ്മൾ ഇക്വേഷൻ ഫ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഇക്വേഷനോ കാര്യങ്ങളോ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ?
അല്ലേ വേണ്ട, നമുക്ക് അത് വേണ്ട, അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. നമുക്ക് തൽക്കാലം അത് വേണ്ട. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പ്രൈമറിയിലെ വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫ്, വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫ് രണ്ടും ഏകദേശം ഒന്നാണ് കേട്ടോ, റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞാൽ. ഓക്കെ, പ്രൈമറിയിലെ വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫ്, ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഇ എം എഫ് ഇൻഡിക്കേഷൻ എന്താണ് പറഞ്ഞേ? ഇ എം എഫ് ഇൻഡിക്കേഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു ഡി ഫൈ ബൈ എന്താണ്? ഡി ടി. അറിയാവോ ഇക്വേഷൻ? ഓർമ്മയുണ്ടോ? പഠിച്ചയാണ്. ഇ എം എഫ് ഇക്വേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് n നമ്പർ ഓഫ് ടേൺ ഉണ്ട്, അതായത് എൻ പി. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എൻ പി ആണ്. ഒരു ടേണിലെ ഇ എം എഫ് ആണ് എന്താ പറയുന്നത്? ഡി ഫൈ ബൈ ഡി ടി. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലോ n ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. അപ്പൊ നമുക്ക് പ്രൈമറിയിലെ വോൾട്ടേജിനെ എന്ത് വിളിക്കാം? n, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എൻ പി ഇൻറ്റു ഡി ഫൈ പി വിളിക്കാം, കാരണം പ്രൈമറിയിലെ ഫ്ലക്സ് ആണ്, ഡിവൈഡഡ് ബൈ ഡി ടി. ഇക്വേഷൻ നമ്പർ 1. വേണമെങ്കിൽ ഒരു മൈനസ് ഒക്കെ കൊടുത്തു, ഒരു കാര്യമില്ല, ചുമ്മാ കൊടുത്തു. ഇനി സെക്കൻഡറിയിലെ വോൾട്ടേജ് ചോദിക്കും. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സിമ്പിൾ ആണ് ഫൈ. അതെ, ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സിമ്പിൾ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിൽ വ്യത്യാസമോ സിമിലാരിറ്റി അങ്ങനെ വല്ലതും ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ഫൈ ഈസ് ഈക്വൽ ടു എൻ ബി എ കോസ് തീറ്റ ആണ്. ഫ്ലെക്സ് എന്ന് വെച്ചാല് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻ പാസിംഗ് നോർമൽ ത്രൂ എ സർഫസ്. ഒരു സർഫസിന് നോർമലായിട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനെയാണ് ഫ്ലെക്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ, അത് തമ്മിലുള്ള റിലേഷൻ ആണ് മണ്ടക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ 30 ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ ബി കൊടുത്തേക്കുന്നത്? അതെ, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എ എന്തുവായിരുന്നു? ഏരിയ ഓഫ് ദി കോയിൽ. ഓക്കെ, താങ്ക് യു സർ. ഇവിടെ n കൊടുക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മളിവിടെ n കൊടുത്തുകൊണ്ട് ഇവിടുത്തെ n കാര്യം നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സെക്കൻഡറി കോയിലിലെ ഇ എം എഫ് കണ്ടുപിടിക്കാം. എന്തായിരിക്കും സെക്കൻഡറി കോയിൽ ഇ എം എഫ് എന്ന് പറയുന്നത്? മൈനസ് സെയിം ഇക്വേഷൻ തന്നെ, എൻ പി മാറി സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസിനെ എൻ എസ് എന്ന് വിളിക്കാം. മൈനസ് എൻ എസ് ഡി ഫൈ എസ് സെക്കൻഡറിയിലെ ഫ്ലക്സ് ഡിവൈഡ് ബൈ ഡി ടി. ഇനി രണ്ട് ഇക്വേഷൻ കൂടെ ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ ഇത് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? വി പി ബൈ വി എസ് ഈക്വൽ ടു മൈനസ് ഒക്കെ പോയി. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു എൻ പി ഉണ്ട്, ഒരു എൻ എസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പ്രൈമറിയിലെ ഫ്ലെക്സും സെക്കൻഡറിയിലെ ഫ്ലെക്സും ഈക്വൽ ആണ്. കാരണം പ്രൈമറിയിൽ ഉണ്ടാകുന്ന അതേ ഫ്ലെക്സ് ആണ് എവിടെയും കിട്ടുന്നത്, സെക്കൻഡറിയിലും കിട്ടുന്നത് കേട്ടോ. ഫ്ലെക്സ് ലീക്കേജ് ഒന്നും അവിടെ ഇല്ല. പ്രൈമറിയിലെ ഫ്ലെക്സ് തന്നെ സെക്കൻഡറിയിൽ കിട്ടും, ഫ്ലെക്സിന് ലീക്കേജ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ ആ കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടി? പ്രൈമറിയിലെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ എന്താണ്? സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഈ ഇക്വേഷൻ ഓർത്തുകൊള്ളുക. പ്രൈമറിയിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ്. ഈ വരച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? ഏതാണ് ഈ വരച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? വോൾട്ടേജിനെ കൂട്ടുന്നോ വോൾട്ടേജിനെ കുറക്കോ? ഈ വരച്ചിരിക്കുന്നത് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന പ്രൈമറിയിലാണ് കേട്ടോ, സ്റ്റെപ്പ് ഡൗൺ ആണ്. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവുമാണെങ്കിൽ, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജിനെ കൂട്ടുന്നു. തിരിച്ചാണെങ്കിലോ പ്രൈമറിയിലെ ടേൺസിന്റെ എണ്ണം കുറവും സെക്കൻഡറിയിലെ എണ്ണം കൂടുതലും ആണെങ്കിലോ അതെന്തായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. തിരിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പ്രൈമറിയിലെ ടെൻഷൻ ഉണ്ടോ സെക്കൻഡറി നമ്പർ ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആണ്, സ്റ്റെപ്പ് അപ്പ് അല്ല, സ്റ്റെപ്പ് ഡൗൺ ആണ്. ഞാൻ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്, സോറി. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ആണ് കേട്ടോ, സ്റ്റെപ്പ് ഡൗണും ഇതെന്താണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്.
സെക്കൻഡറിയിൽ ടേൺസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ്, സെക്കൻഡറിയിൽ ടേൺസിന്റെ എണ്ണം കുറവാണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ. ഈ വരച്ചിരിക്കുന്നത് എന്ത് ട്രാൻസ്ഫോമർ ആണ്? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ. ഈ സാധനം എഴുതിയെടുത്തോ? ട്രാൻസ്ഫോമർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നിങ്ങൾ എഴുതിയെടുത്തോ? കഴിഞ്ഞോ? എഴുതി സർ. ഓക്കെ, എങ്കിൽ ഒരു കുഞ്ഞു കാര്യം പോലെ ട്രാൻസ്ഫോമറിനെ ബന്ധപ്പെട്ട് ചെറിയ കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് നോക്കാം. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് പൂർണ്ണമായും ഔട്ട്പുട്ടിൽ കിട്ടുകയാണെങ്കിൽ അത് ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ? ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന പവർ അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ കിട്ടണം. വോൾട്ടേജ് അല്ല, വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യും. പവർ ലോസ് ഉണ്ടാകാൻ പാടില്ല. അതായത് എഫിഷ്യൻസി. നമുക്കറിയാം മക്കളെ, എഫിഷ്യൻസി ഈറ്റ. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പവർ ഔട്ട് ബൈ എന്താണ്? പവർ ഇൻ ആണ്. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന പവർ, ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് എന്താണ്? നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന പവറാണ് ഔട്ട്പുട്ട് പവർ. ഒരു ട്രാൻസ്ഫോമർ ഐഡിയൽ ട്രാൻസ്ഫോമർ ആകണമെന്നുണ്ടെങ്കിൽ പവർ ഇൻ ഇസ് ഈക്വൽ ടു പവർ ഔട്ട് ആകണം. അതായത് ഇൻപുട്ട് പവർ ഔട്ട്പുട്ട് പവർ ഈക്വൽ ആണെങ്കിൽ ഓക്കെ, അതെന്താണ്? 100% എഫിഷ്യന്റ് ആണ്. 100% എഫിഷ്യന്റ് ആണ്. അതായത് എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടും മക്കളെ? 100% കിട്ടും. അപ്പൊ ഓർക്കുക, ഒരു ട്രാൻസ്ഫോമർ എപ്പോഴാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ ആകുന്നത്? എഫിഷ്യൻസി 1 അല്ലെങ്കിൽ 100% ആകണം. എഫിഷ്യൻസി 1 ആകണം, അല്ലെങ്കിൽ എഫിഷ്യൻസി 100% ആകണം. എഫിഷ്യൻസി 100% ആണെങ്കിൽ ഓക്കെ, ദാറ്റ് മീൻസ് പവർ ഇൻ ഈക്വൽ ടു പവർ ഔട്ട്. ഇൻപുട്ടിൽ എന്തുമാത്രം പവർ കൊടുക്കുന്നു അതേ പവർ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും അതെന്താണ്? ഒരു 100% എഫിഷ്യൻസി ഉള്ള ഒരു ട്രാൻസ്ഫോമർ ആണ്. ആ ട്രാൻസ്ഫോമറിനെ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. എന്ത് ട്രാൻസ്ഫോമർ ആണ്? ഐഡിയൽ ട്രാൻസ്ഫോമർ. ഓക്കെ, നോട്ട് ചെയ്തോ? അപ്പൊ എന്താണ് ഐഡിയൽ ട്രാൻസ്ഫോമർ? പവർ ഇൻ ഇസ് ഈക്വൽ ടു പവർ ഔട്ട്, അല്ലെങ്കിൽ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 100%. എഫിഷ്യൻസി 100% ആണ്. ഇങ്ങനെയുള്ള ട്രാൻസ്ഫോമർ ആണ് ഐഡിയൽ ട്രാൻസ്ഫോമർ. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഡെറിവേഷൻ ഒക്കെ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസിലാണ്. ഒരിക്കലും ഒരു ട്രാൻസ്ഫോമർ എന്തല്ല, 100% എഫിഷ്യൻസി ഉള്ള ട്രാൻസ്ഫോമർ അല്ല കേട്ടോ. ഓക്കെ, ഞാനിത് മായ്ക്കുവാണേ. അപ്പൊ നമുക്ക് അടുത്ത് എഴുതാം. ഇൻ ദ കേസ് ഓഫ് ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസ് നമുക്ക് പറയാം പവർ ഇൻ ഈക്വൽ ടു പവർ ഔട്ട് ആണ്. പവറിന്റെ ഇക്വേഷൻ ആർക്കെങ്കിലും പറയാമോ? പവറിന്റെ ഇക്വേഷൻ പറയാമോ ആർക്കെങ്കിലും? എന്താണ് പവറിന്റെ ഇക്വേഷൻ? W/T. W/T അത് മെക്കാനിക്സിനകത്ത് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ്. വോൾട്ടേജിനെ കറന്റിനെ എന്ന് പറയാമോ പവറിന്റെ ഇക്വേഷൻ? പഠിച്ചാണ്. Voltage into current. A is equal to VA. വോൾട്ടേജ്. അപ്പൊ ഇൻപുട്ട് പവർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറന്റ്. പ്രൈമറി വോൾട്ടേജ് അല്ലേ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറന്റ്. ഇൻപുട്ട് വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറന്റ്, പ്രൈമറി കറന്റ് ഈക്വൽ ടു ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജ് ഇൻറ്റു സെക്കൻഡറിയിലെ കറന്റ്. അപ്പൊ നമുക്ക് Vp/Vs മറ്റൊരു ഇക്വേഷൻ കിട്ടി. എന്താ Vp/Vs? Vp/Vs is equal to Is/Ip. ഇക്വേഷൻ കണ്ടോ? നിങ്ങൾ ഇക്വേഷൻ കണ്ടോ? മനസ്സിലായോ? ഇനി മുമ്പ് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? Vp/Vs മറ്റൊരു ഇക്വേഷൻ കിട്ടി. എന്തായിരുന്നു? Vp/Vs equal to Np/Ns.
NS ആണോ? ആണോ? ആണ് സർ. ഓക്കെ, എങ്കിൽ നമുക്ക് ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാം. നമുക്കിതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാം. ശ്രദ്ധിച്ചേ. ഓക്കെ, നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്ത് പറയാൻ പോവാണേ. ആ അപ്പൊ വിയും ഐയും എന്തോത്തിന്റെ ആയിരുന്നു? വിയും ഐയും വി എന്ന് വെച്ചാല് പ്രൈമർ, വി എന്ന് വെച്ചാൽ വോൾട്ടേജ്, ഐ എന്ന് വെച്ചാൽ കറണ്ട്, വി പി എന്ന് വെച്ചാൽ അല്ല എന്ത് ഈക്വൽ ആ വി ഇൻറ്റു ഐ എന്ന്? ബി ഇൻറ്റു ഐ എന്ന് വെച്ചാൽ പവർ, പവറിന്റെ ഇക്വേഷൻ ആണ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ അല്ലേ? അതെ. ഓക്കെ സാർ. ഓക്കെ. വി പി ബൈ വി എസ് ഇസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി ഇസ് ഈക്വൽ ടു വി പി ബൈ വി എസിന് മറ്റൊരു ഇക്വേഷൻ എന്താണ്? എൻ പി ബൈ എൻ എസ്. ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോമർ റേഷ്യോ. എഴുതി വെച്ചോ, ട്രാൻസ്ഫോമർ റേഷ്യോ. വി പി ബൈ വി എസ് ഇസ് ഈക്വൽ ടു ഐ എസ് ബൈ ഐ പി ഇസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ് ഇസ് കാൾഡ് ട്രാൻസ്ഫോമർ റേഷ്യോ. ട്രാൻസ്ഫോമർ റേഷ്യോ. ഓക്കെ, എഴുതി കഴിഞ്ഞ സാധനം. ഇനി ഒരു അരമണിക്കൂർ കൂടെ വേണം കൂടി ചാപ്റ്റർ തീരാൻ. അരമണിക്കൂർ. എഴുതി സാർ. ഓക്കെ, എങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ചാപ്റ്റർ തീരും കേട്ടോ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ തീർത്തിട്ട് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ഒരു കുഞ്ഞ് ചെറിയ കാര്യം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞു. എഴുതിക്കൊള്ളുക. 100 microfarad, 100 microfarad, 100 microfarad, 100 microfarad capacitor in series with a 40 ohm resistance. 40 ohm resistance connected to a 110 volt 110 volt 60 hertz 60 hertz supply. What is the time lag between voltage and current? What is the time lag between voltage and current? ഓക്കെ മക്കളെ, അവിടെ കണ്ടുപിടിക്കേണ്ടത് ഫേസ് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഫേസ് ആംഗിൾ 5 പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ ഫേസ് ഡയഗ്രം വരക്കാൻ നേരത്ത് അവിടെ വോൾട്ടേജിനും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് 5 എന്ന് പറയുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ലാഗാണോ ലീഡാണോ എന്ന്. ഇപ്പൊ നമുക്കറിയാം, ഈ ഗ്രാഫ് കണ്ടാലേ അറിയാം എന്താണ് കറണ്ട് ലീഡ് ബൈ ആൻ ആംഗിൾ 5 ഡിഗ്രി. അപ്പോൾ 5 ആണ് ലാഗാണോ ലീഡാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഫേസ് ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. ക്വസ്റ്റിനകത്തുള്ള പറഞ്ഞിരിക്കുന്നത് ഫേസ് ആംഗിൾ 5 കണ്ടുപിടിക്കണം. പക്ഷേ നമുക്ക് ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ അറിയാവുന്ന ചെക്ക് ചെയ്യണം. നമ്മൾ റെസൊണൻസ് കണ്ടീഷനിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
ഓക്കെ, റെസൊണൻസ് കണ്ടീഷൻ അല്ല. നമ്മളൊരു റെസൊണൻസ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? റെസൊണൻസ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടോ? ക്വസ്റ്റ്യനകത്ത് റെസൊണൻസ് എന്നുള്ള കേസ് പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ റെസൊണൻസ് കണ്ടീഷൻ അല്ല, ജനറൽ ഇക്വേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സാധനം പഠിച്ച ഓർമ്മയുണ്ടോ? എന്താ സാധനം? ഇംപിഡൻസ് ട്രയാങ്കിൾ ആണ്. ഇവിടെ എന്താ കിടക്കുന്നത്? ഇസഡ്. ഇവിടെ എന്താ കിടക്കുന്നത്? ആറ്. ഇവിടെ എന്താ കിടക്കുന്നത്? എക്സ് എൽ മൈനസ് എന്താണ്? എക്സ് സി ആണ്. ഈ ഒരു സാധനം നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ പറഞ്ഞു. ഈ ആംഗിൾ എന്താണ്? ഫൈ. ഓക്കെ, ഫൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അവിടുത്തെ ഫൈ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ച പരിപാടി കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഫൈ കണ്ടുപിടിച്ചത്? ഓർമ്മയുണ്ടായിരുന്നോ? നമുക്ക് ഇവിടെ ഇസഡ് അറിയത്തില്ല, നമുക്ക് ആർ അറിയാം, പിന്നെ എന്ത് അറിയാം? എക്സ് സി അറിയാം. എക്സ് സി അറിയാം. ക്വസ്റ്റ്യന് എക്സ് എൽ തന്നിട്ടില്ല. എക്സ് എൽ ക്വസ്റ്റ്യന് തന്നിട്ടില്ല എങ്കിൽ അവിടെ എക്സ് എൽ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യനകത്ത് ഇൻഡക്ടറിന്റെ ടേം തന്നിട്ടില്ല എങ്കിൽ ഓർക്കുക, ആ സർക്യൂട്ടിനകത്ത് ഇൻഡക്ടർ ഇല്ല. അപ്പൊ എക്സ് എൽ എന്തായിരിക്കും? എക്സ് എൽ നമുക്ക് അവിടെ എന്തായിട്ട് വിളിക്കാം? എക്സ് എൽ നമുക്ക് അവിടെ 0 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എക്സ് എൽ ഇല്ല, അപ്പൊ അവിടെ എക്സ് സി മാത്രം നമുക്ക് മാർക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ അവിടെ എന്തെടുത്തു? എക്സ് സി എന്ന് വിളിച്ചു. ഓക്കെ, മറ്റേത് എക്സ് എൽ മൈനസ് എക്സ് സി ആയിരുന്നു. അവിടെ എക്സ് എൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ എക്സ് സി മാത്രമേ ഉള്ളൂ. രണ്ടും തരുവാണെങ്കിൽ എക്സ് എൽ മൈനസ് എക്സ് സി വെച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. ഇനി ഈ ട്രയാങ്കിളിൽ ടാൻ ഇൻവേഴ്സ് ഫൈ കണ്ടുപിടിച്ചേ, അല്ലെങ്കിൽ ടാൻ ഫൈ കണ്ടുപിടിച്ചേ. ടാൻ ഫൈ എന്താ? ടാൻ ഫൈ എന്ന് പറയുന്നത് എക്സ് സി ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ ഫൈ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എന്ത് വരും? എക്സ് സി ബൈ ആർ. ഇവിടുത്തെ ഫൈ കണ്ടുപിടിച്ച പരിപാടി കഴിഞ്ഞു. ഓക്കെ, പക്ഷെ എക്സ് സി ക്വസ്റ്റ്യനകത്തില്ല. പക്ഷെ എക്സ് സി കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് സി ഇക്വേഷൻ എന്താണ്? എക്സ് സി ഇസ് ഈക്വൽ ടു 1/c ഒമേഗ. 1/c ഒമേഗ, അല്ലെങ്കിൽ ഒമേഗ എന്ന് വെച്ചാൽ 2π into f. 1/c into 2π f. Then xc is equal to 1/c എത്ര? 100 മൈക്രോഫാരഡ് ആണ്. അപ്പൊ 100 into മൈക്രോഫാരഡിനെ ഫാരഡ് ആക്കാൻ വേണ്ടി 10 raised to മൈക്രോഫാരഡ് ആണ് 10 raised to -6 into 2 into π into ഫ്രീക്വൻസി എത്ര വന്നിരിക്കുന്നത്? ഫ്രീക്വൻസി 60 വന്നിരിക്കുന്നത്. ഇൻറ്റു 60. ഈ വാല്യൂ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ചേ. ഈ വാല്യൂ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിച്ച്. എക്സ് സി സോറി, മൈക്രോഫാരഡ് ആണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഉറപ്പല്ലേ? കപ്പാസിറ്റർ ആണ് ഇൻഡക്ടർ ആയിരുന്നു തന്നത്? കപ്പാസിറ്റർ ആണല്ലേ? അതെ സാർ. ഓക്കെ. ഇൻഡക്ടർ ആണെങ്കിൽ അവിടെ എന്ത് വരുമെന്നേ ഉള്ളൂ? ഇൻഡക്ടൻസ് വരും കേട്ടോ. എക്സ് എൽ കണ്ടുപിടിച്ചാൽ മതി. ഒരു പോയിന്റ് നോട്ട് ചെയ്തോട്ടെ. ടൈം ലാഗ് എന്ന് വെച്ചാൽ ഫേസ് ആംഗിൾ ഉദ്ദേശിക്കുന്നത്. ടൈം ലാഗ് മീൻസ് ഫേസ് ആംഗിൾ ആണ്. ടൈം ലാഗ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓർക്കും ഫേസ് ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ ഇല്ലേ? 3.76 into 10 raised to 6. 3.76 into 10 raised to -6. എനിക്കറിയില്ല, ആയിരിക്കും. ഓക്കെ, ഇനി 5 is equal to ടാൻ ഇൻവേഴ്സ്. ഡയറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റും. ടാൻ ഇൻവേഴ്സ് എക്സ് സി എത്ര വന്നിരിക്കുന്നത്? ഇത് കിട്ടി നമുക്ക്. 3.76 into 10 raised to -6 ഡിവൈഡഡ് ബൈ ആർ. ആർ എത്രയാണ്? 40. വാല്യൂ എന്ന് പറഞ്ഞേ. ഇതേ ക്വസ്റ്റ്യൻ എക്സ് സി മാറി എക്സ് എൽ വരാം. ക്വസ്റ്റ്യനകത്ത് ഇൻഡക്ടൻസ് ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ എക്സ് സിക്ക് പകരം എന്ത് കണ്ടുപിടിക്കുക? എക്സ് എൽ കണ്ടുപിടിച്ചാൽ മതി. ആൻസർ എന്ത് കിട്ടി?
9.4 into 10 raised to minus 8. അല്ലേ ടാൻ ഇൻവേഴ്സിന്റെ ആൻസർ ആണോ? Ah, 9.4 into 10 raised to minus 8. ഉറപ്പാണോ? എനിക്കറിയത്തില്ല. ഇങ്ങനെ കിട്ടി. ശരിയായിരിക്കണം. 9.4 into 10 raised to minus 8. ഞാൻ ചെയ്തു നോക്കിയില്ല, എന്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഒന്നും ഇല്ല, ക്വസ്റ്റ്യൻ മാത്രമേ എന്റെ കയ്യിലുള്ളൂ, ആൻസർ എന്റെ കയ്യിലില്ല. അത് ടാൻ ഇൻവേഴ്സ് ചെയ്യാതല്ലേ ആൻസർ കിട്ടുന്നത്? അതാ ചോദിച്ചത് ഞാൻ. ടാൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും ആൻസർ? ഞാൻ സാറ് ടാൻ ഇൻവേഴ്സ് അടിച്ചില്ല. നന്നായി. 5.3 into 10 raised to minus 6. ഇപ്പൊ ഒരു വർക്കൗട്ട് ഉണ്ട് കേൾക്കാൻ. ടാൻ ഇൻവേഴ്സ് അടിച്ചത് ഞാൻ ചോദിച്ചില്ലായിരുന്നു. 5 എത്ര? 5.3 into 10 raised to minus 6. 5.38 into 10 raised to minus 6. 10 raised to minus 6 ഒക്കെ ഉണ്ടോ? ഉറപ്പാണോ? ഉണ്ട് സർ. ഇത്രയൊക്കെ ചെറിയ ആംഗിൾ ഒന്നും കിട്ടത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. കുഴപ്പമില്ല, പോട്ടെ. ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ഇതല്ലേ. ഇത് ഐഡിയ ടാൻ ഇൻവേഴ്സിന് ഇതുണ്ടോ സാർ? എന്ത് വാല്യൂ? ടാൻ ഇൻവേഴ്സിന്റെ വാല്യൂ കാൽക്കുലേറ്ററിനകത്ത് അടിച്ചു നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് അല്ലാതെ എനിക്ക് അറിയത്തില്ല ഇതിന്റെയൊക്കെ വാല്യൂ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ടാൻ ഇൻവേഴ്സിന്റെ വാല്യൂ വലിയ പാടാ കണ്ടുപിടിക്കാം, മനക്കണക്കാണ്. അല്ലെങ്കിൽ ഓരോ വാല്യൂം കാണാൻ പഠിച്ചു. ക്വസ്റ്റിനെ തരൂ. ഇല്ല. ഈ ക്വസ്റ്റിന് ഇപ്പം കാൽക്കുലേറ്റർ നിങ്ങൾ ഉപയോഗിക്കുന്ന എനിക്ക് അവസാനം ഇതെങ്കിലും എഴുതി വെക്കണം കേട്ടോ. ഈ ആൻസർ എങ്കിലും എഴുതി വെക്കണം. ടാൻ ഇൻവേഴ്സ് അതെങ്കിലും എഴുതി വെക്കണം, എങ്കിലും മാർക്ക് കിട്ടത്തുള്ളൂ. എന്റെ ക്വസ്റ്റിനകത്ത് എടുത്തൊന്നുമില്ല കേട്ടോ, അത് 10ാം ക്ലാസ്സിലായിരുന്നു. 5.38 into 10 raised to minus 6 അതെങ്ങനെ കിട്ടിയത്? അത് കാൽക്കുലേറ്ററിലാണ് കിട്ടിയത്. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ അത് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്കറിയില്ല കുഞ്ഞ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്നതല്ല, അതിന്റെ വാല്യൂ കാണാതൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഇഷ്ടംപോലെ വാല്യൂ കാണാൻ പഠിക്കേണ്ടി വരും. അപ്പൊ ടാൻ ഇൻവേഴ്സ് എന്ന് എഴുതിയാൽ മതിയല്ലേ? ടാൻ ഇൻവേഴ്സ് ആ വാല്യൂ എഴുതിയാലും മതി. കാൽക്കുലേറ്റർ ഇല്ല ഉണ്ടെങ്കിൽ ഫുള്ള് ചെയ്യണം. ഓക്കെ, ഇത് ജസ്റ്റ് ഐഡിയ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇൻഡക്റ്റൻസ് ആണ് തരുന്നതെങ്കിലോ, ഇവിടെ എക്സ് സി മാറി എന്താവും? അവിടെ എക്സ് എൽ ആവും. ഇനി ക്വസ്റ്റ്യനകത്ത് രണ്ടും തന്നാലോ, ഇവിടെ എന്ത് വരും? എക്സ് എൽ മൈനസ് എക്സ് സി വരും. അതൊക്കെ ഒന്ന് ലോജിക്ക് കേട്ടോ, അതൊക്കെ ചിന്തിക്കണവേ. അങ്ങനെയൊക്കെ ചെയ്യണം. ഇക്വേഷനൊക്കെ പഠിച്ചുകൊണ്ട് പോയാൽ മതി, വേറെ ഒന്നുമില്ല ഈ പാഠത്തിൽ. ഇവിടുന്ന് കൂടുതലും പ്രോബ്ലം ഒക്കെ ചോദിക്കുന്നത്, അതുകൊണ്ട് മാക്സിമം പ്രോബ്ലത്തിന് നിങ്ങൾ എന്ത് കൊടുക്കുക? പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു അരമണിക്കൂർ കൂടെ വേണം. ട്രാൻസ്ഫോമറിന്റെ ലിമിറ്റേഷൻസും പിന്നെ കുറച്ച് പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുന്നത്, നമുക്ക് പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഈ സാധനം ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. കൂടുതലും പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്, ഇക്വേഷൻ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഇക്വേഷൻസ് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണേ. അടുത്ത ക്ലാസ് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു റിവിഷൻ പോലെ നോക്കാം. നമ്മൾ ആദ്യം മുതൽ അവസാനം എന്തൊക്കെയാണ് പഠിച്ചത്, അതിന്റെ ഇക്വേഷൻസും പിന്നെ അത് വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം.